ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ ജനിച്ച മനുഷ്യൻ വരെ ദൈവത്തിൻ്റെ ഒറ്റ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന ആ ന്യായാസനത്തെയാണ് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതോട് ചേർന്ന് എതിർ ക്രിസ്തുവിനെ കുറിക്കുന്ന ചില സൂചനകൾ സഭയ്ക്ക് നൽകിയ മതിയാകും. ഞാൻ സഭയെന്ന് ഉദ്ദേശിക്കുന്നത് ബഥേലൊന്നു മാത്രമല്ല, ആഗോള വ്യാപകമായി ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടത് ഒരു 3-4 സ്ലൈഡുകൾ അതും കൂടെ ചേർക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒന്നാമത്തേതായിട്ട് ഒരു ഫാസ്റ്റ് റിവിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കർത്താവ് യേശുവിൻ്റെ വരവിനെക്കുറിച്ചും ദൈവിക ഘടികാരങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. വരുവാനുള്ള പെരുന്നാളുകളിൽ ഇനി അവസാനമായി നിർവഹിക്കപ്പെടേണ്ട പെരുന്നാൾ, ഇനി ആദ്യമായി നിവർത്തിക്കപ്പെടേണ്ട പെരുന്നാൾ യേശുവിൻ്റെ കാഹളധ്വനിയാണ്. പഴയ നിയമത്തെ ഒന്നെടുത്ത് ധ്യാനിക്കുമ്പോൾ ഇതെല്ലാം ഓൺലൈനിലും പോകണേ, എല്ലാ പിക്ചറും പോകണം. പഴയ നിയമത്തിൽ ഒരുപാട് തെളിവുകൾ പുതിയ നിയമത്തെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ നിഴല. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ചേർന്നുള്ള ഒരു സംക്ഷിപ്ത പെരുന്നാൾ രൂപമാണ് യഹൂദൻ്റെ ദേവാലയത്തിൽ വെച്ചിരുന്ന മനോറ അഥവാ വിളക്ക്. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു കതിർപ്പുണ്ട്. ഇടത്തുവശത്തോട്ട് 3 കതിർപ്പുകളുണ്ട്, വലത്തുവശത്തോട്ട് 3 കതിർപ്പുകളുണ്ട്. ഇവ 7 യഹൂദന് ദൈവം കൊടുത്തിരുന്ന 7 പെരുന്നാളുകളെ കുറിക്കുന്നു. പെരുന്നാളുകൾ ആഘോഷങ്ങളാണ്, ഓർമ്മ ദിവസങ്ങളാണ്, മുൻ നിയമിക്കപ്പെട്ടവയാണ്. വരവണ്ണത്തിന് വ്യത്യാസമില്ലാതെ യഹൂദൻ ചെയ്തു വരേണ്ടതിന് ദൈവമാക്കിയതാണ്. ഇതിലെ ഏറ്റവും നടുക്കത്തേതിനെ പെന്തക്കോസ് പെരുന്നാളിനോട് ഉപമിക്കാം. അതിൽ പുറകിലോട്ടുള്ളത് ആദ്യത്തെ 3 സ്പ്രിംഗ് ഫെസ്റ്റിവൽസ് എന്നവർ കൊടുത്തിരുന്നതാണ്. സ്പ്രിംഗ് സീസണിൽ അവരെ കൊണ്ടാടേണ്ടതാണ്. വലത്തുവശത്തേക്ക് അവർ കൊടുത്തിരിക്കുന്നത് 4 ഫോൾ ഫെസ്റ്റിവൽസിൽ നടക്കേണ്ടതാണ്. 2 സീസണുകളായി തിരിച്ചു. ഒന്നാമത്തെ സീസണിൽ പാസ് ഓവർ, അൺലെവൻ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട് എന്നിവ കാണും. ഒത്ത നടുവിൽ പെന്തക്കോസ്റ്റ് വന്ന് നിൽക്കും. വേറൊരു ഭാഷയിൽ പഴയ നിയമത്തിൻ്റെ ചടങ്ങുകളാകുന്ന കാര്യങ്ങൾ അന്ന് നടക്കും. പെന്തക്കോസ്റ്റ് ഏറ്റവും നടുക്കത്തെ പോയിൻ്റാണ്. യഹൂദ സഭയിൽ നിന്ന് പുതിയ നിയമസഭയിലേക്ക് കൈമാറുന്നതിൻ്റെ ഇടയിലുള്ളതായ പെരുന്നാളാണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇന്നേക്ക് ഏതാണ്ട് 2000 ശിഷ്ടം വർഷങ്ങൾക്ക് പുറകിൽ പെന്തക്കോസ്റ്റ് 2000-ഓളം വർഷങ്ങൾക്ക് പുറകിൽ പെന്തക്കോസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു. അന്നാണ് പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ വരുന്നതും 120 പേരുടെ മേൽ ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരുന്നതും. അന്നാണ് പരിഹാസികൾ പരിഹസിച്ചു തുടങ്ങിയത്. ഇന്നും ആത്മപകർച്ചയും പരിഹാസവും ഒരുപോലെ തുടരുന്നു. അന്നാണ് പീഡനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ആരംഭിച്ചത്. ഇന്നും പീഡനങ്ങൾ ദൈവസഭയിൽ തുടരുന്നു. ഇനി നടക്കേണ്ട ആദ്യത്തേത് ട്രംപറ്റാണ്. ട്രംപറ്റിൻ്റെ അഥവാ മഹാകാഹളധ്വനിയുടെ പെരുന്നാളാണ്. മഹാകാഹളധ്വനിയുടെ പെരുന്നാളിൽ മഹാപുരോഹിതൻ ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് കാഹളം ധ്വനിപ്പിക്കുകയും എല്ലാ സിനഗോഗുകളിലും അതാത് സ്ഥലങ്ങളിൽ ആരാധന നടത്തുന്നവർ അതാത് ധ്വനിപ്പിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലുള്ള കാഹളത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിയുക്തമായ ഓരോ സഭയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അറ്റോൺമെൻറ്റ്, ഒടുവിൽ ടാബർനാക്കിൾസ്, ഇങ്ങനെ അങ്ങോട്ട് മാറും. ഞാനത് ഇന്ന് ഈ ട്രംപറ്റിനെ കുറിച്ച് മാത്രം എടുക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രധാനമായും അവിടെ മുതൽ മുന്നോട്ട് അതായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതെ, ട്രംപറ്റ്. പഴയ നിയമത്തിൽ ഇടത്തുവശത്ത് കാണുന്നത് മഹാപുരോഹിതൻ നിന്നുകൊണ്ട് ആ കാഹളം ധ്വനിപ്പിക്കുന്നതിനെ തുടർന്ന്, ഇത് മഹാപുരോഹിതൻ്റെ ചിത്രമല്ല, ഓരോ സിനഗോഗുകളിലും നിന്ന് ആളുകൾ ശബ്ദം ഉണ്ടാക്കുന്നതാണ്, കാഹളങ്ങൾ ഊതുന്നതാണ്. വലത്തുവശത്ത് കാണുന്നത് ദൂതന്മാർ കാഹളം ഊതുമ്പോൾ യേശു ഇറങ്ങി വരുന്നതും, മഹാപുരോഹിതനെ ചിത്രീകരിക്കുന്ന വിശുദ്ധ ദൂതന്മാരുടെ കാഹളത്തോടെ, ദൈവത്തിൻ്റെ കാഹളധ്വനിയോടെ യേശു മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്നതും സഭ തന്നെ അനുഗമിക്കുന്നതുമായ ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ വിശുദ്ധ ദൂതന്മാർ, സ്വർഗത്തിലെ വിശുദ്ധന്മാർ അവനെ അനുഗമിക്കുന്നതുമായ ഭാഗങ്ങളാണ്. നമ്മൾ കണ്ടായിരുന്നു, അന്ന് ഈ കാഹളധ്വനി കേൾക്കുന്ന ഉടനെ ക്രിസ്തുവിൽ മരിച്ചവർ ജീവപുസ്തകത്തിൽ പേരുള്ള ഏവനും തന്നെ വേഗത്തിൽ എഴുന്നേൽക്കും. ഇടുക്കുവാതിൽ എന്ന് പറയുന്നത് അവിടെയാണ്. ഈ ഇടുക്കുവാതിൽ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കേണ്ടതല്ല, ഭൂമിയിൽ നടക്കേണ്ടതാണ്. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. കല്ലറകളിലാണ് ഇടുക്കുവാതിൽ കാണുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ ജീവപുസ്തകത്തിൽ പേരുള്ള ഏവനും തന്നെ ഉയർത്തെഴുന്നേൽക്കും, അല്ലാത്തവൻ കല്ലറയിൽ തന്നെ തുടരും. ബഥേലിൽ നിന്ന് എത്രയോ ആളുകളെ നമ്മൾ
നമ്മുടെ ശവക്കോട്ടയിൽ കൊണ്ട് അടക്കിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് എല്ലാവരും ഉയർത്തു വരണമെന്ന് താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയുമാണ് ശുശ്രൂഷിക്കുന്നത്. എങ്കിലും എല്ലാവരും ഉയർക്കത്തില്ല. ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രം. ഒരിക്കൽ പേരെഴുതിയത് കൊണ്ട് മാത്രമായില്ല, ആ പേര് സൂക്ഷിക്കുന്നവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. സത്യത്തിൽ അവിടെ വെച്ചാണ് ഈ ഇടുക്കമുള്ള വഴി തുറന്നു വരുന്നത്. ഇടുക്കമുള്ള വഴിയെ കൂടെ ജീവിച്ചവരൊക്കെയും, അങ്ങനെ വേണം പറയുവാൻ, അവിടെ എഴുന്നേറ്റ് വരും. യേശു പറഞ്ഞ നാശത്തെങ്കിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവും അതിലെ പോകുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും എന്ന് യേശു പറഞ്ഞു. വിശാലമായ വാതിലിൽ വേണ്ടതുപോലെ ചിന്തിക്കാം, വേണ്ടതുപോലെ നടക്കാം, വേണ്ടതുപോലെ പറയാം, വേണ്ടതുപോലെ ആരാധിക്കാം, എന്തും സ്വന്തം ഇഷ്ടത്തിന്. എന്നാൽ ഇടുക്കമുള്ള വാതിൽ അതല്ല. ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നടക്കുന്നവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. തുടർന്ന് ഭീമ എന്ന ദൈവിക കോടതിയെക്കുറിച്ച് നാം കണ്ടു. ഇത് ശിക്ഷാ കോടതിയല്ല, സ്ഥാനനിർണയ കോടതിയാണ് എന്ന് വളരെ ഗൗരവമായി വിശദീകരിച്ചു. അതിനെ തുടർന്ന് അവനവൻ്റെ പ്രതിഫലങ്ങൾക്ക് വേണ്ടി പോരാടുക. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത പ്രതിഫലങ്ങളായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ അധ്വാനിച്ചതിനൊത്തവണ്ണവും നമ്മുടെ ദൈവകൃപ മെയിൻറ്റെയിൻ ചെയ്തതിനൊത്തവണ്ണവും നമുക്ക് വ്യത്യസ്ത പ്രതിഫലങ്ങളുണ്ട്, വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട് എന്നിത്യാദികളെ കുറിച്ച് ചിന്തിച്ചു. അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ എന്ന് പറയുന്നത് പോലെ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കേണ്ടതിനായി ദൈവം തൻ്റെ കൂടാരത്തെ ഇവിടെ പണിതുയർത്തും. ഞാൻ ഇന്നലെയും ന്യൂസ് എടുത്ത് നോക്കുകയുണ്ടായി. എന്തെങ്കിലുമൊക്കെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറയുവാനുണ്ടോ അവിടെ പണിയുവാൻ പോകുന്ന ടെമ്പിളിനെ കുറിച്ച്? കൂടുതൽ വിവരങ്ങളൊന്നും, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ആലയത്തിൻ്റെ പണിക്ക് അവർ തയ്യാറായിരിക്കുകയാണ്, ചെയ്യുവാൻ ദൈവവും തയ്യാറായിരിക്കുകയാണ്. ആലയം അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ സമയത്ത് തന്നെ പണിയപ്പെടും. ഞാൻ പറയാൻ വന്നത് യഹൂദൻ്റെ ദേവാലയം യഹൂദൻ പണിയുന്നതാണ്. അതുപോലെ തന്നെ ദൈവസാന്നിധ്യം ഈ മണ്ണിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഈ കാണുന്നത് മോശയ്ക്ക് ദൈവം കൊടുത്തതായ പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ്. ജനം മുഴുവനും ആലയത്തിൻ്റെ വട്ടത്തിലായി പാർക്കുമ്പോൾ അത് നടന്നില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാം. ദൈവത്തിൻ്റെ ഇനീഷ്യൽ കൺസെപ്റ്റ് പ്ലാൻ അതായിരുന്നു. ജനം മുഴുവനും ഈ കൂടാരത്തിൻ്റെ വട്ടത്തിലായി പാർക്കുമ്പോൾ ഒത്ത നടുക്ക് ദൈവസാന്നിധ്യം കുറിക്കുന്ന ദൈവിക ആലയം ഉണ്ടായിരിക്കണം. പക്ഷേ ജനം പാപം ചെയ്തതിനാൽ അത് നടക്കാതെ പോയി. ദൈവം പറഞ്ഞ് ദേവാലയം എന്ന് പറയുവാൻ ഞാൻ സ്ഥാപിച്ചതായ സ്ഥാപനത്തിന് ദേവാലയം എന്ന പേരിടരുത്, പകരം അതിനെ സമാഗമന കൂടാരമെന്ന് വിളിക്കുക. ഞാൻ ജനത്തിൻ്റെ നടുവിൽ വസിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇല്ല, അവർ പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് 2000 മുഴം മാറ്റി ഇതടിക്ക് അതിനെ സമാഗമന കൂടാരം എന്ന് വിളിക്കണം. അഥവാ ദൈവത്തെ കാണേണ്ടവൻ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ദൈവ ശബ്ദം കേൾക്കട്ടെ, ഞാനും വന്ന് അവരെ അനുഗ്രഹിക്കും, അവരോട് സംസാരിക്കും എന്നിത്യാദികൾ പറഞ്ഞു. എന്നാൽ സഹസ്രാബ്ദ യുഗത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ തൻ്റെ വിശുദ്ധന്മാർ തൻ്റെ ചുറ്റിലും പാർത്തുകൊണ്ട് അതിൻ്റെ ഒത്ത മധ്യത്തിൽ ദൈവ ആലയം ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ദൈവ തേജസ് ഉയരുന്നതായി കാണാം. അന്ന് കർത്താവായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വന്ന് തേണ്ടേ ഞാൻ അഭിഷിക്തനാണ് എന്ന് വിളിച്ചു പറഞ്ഞവനായ ആ യേശു എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞവനായ നസ്രയനാകുന്ന യേശു അക്ഷരീകമായി ഇറങ്ങി വരികയും അന്ന് മനുഷ്യവേഷത്തിൽ അതേ മനുഷ്യരോടു കൂടെ അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള രൂപം അന്ന് മാനുഷികമായി വെളിപ്പെടുകയും താന് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുകയും നമുക്കെയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യും. ജാതികൾക്കും തക്കവണ്ണം ഒരു പ്രാകാരം അന്ന് ഒരുക്കിയിരിക്കും. യഹൂദന് മാത്രമാണ് വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിപ്പാൻ അനുവാദമുള്ളതെങ്കിലും ജാതികളുടെ പ്രാകാരം എന്നൊന്ന് തിരുവചനത്തിൽ കാണാൻ കഴിയും. ജാതികളിൽ നിന്ന് വരുന്നവരും ചേർന്ന് വരത്തക്കവണ്ണം അവിടെ ഒരു പ്രാകാരം ഉണ്ടായിരിക്കും. സകല ജാതികളും അവിടെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്ന് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കും. മില്ലീനിയം എന്ന പദം അഥവാ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ ശേഷം ഈ മില്ലീനിയം എന്ന പദം സാധാരണ മില്യൺ എന്ന് പറഞ്ഞാൽ 1000 എന്നല്ല, ലക്ഷം 10 ലക്ഷം എന്നാണ് ഇംഗ്ലീഷിൽ. എന്നാൽ ഈ മില്ലീനിയം എന്ന പദത്തിനെ 1000 ആണ്ട് വാഴ്ച എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇത് ഏതു ഭാഷയിൽ നിന്നാണ് ഞാൻ ഓർത്തില്ലെന്ന് പറഞ്ഞു. ഇതിനകത്തു നിന്ന് പല പ്രിയപ്പെട്ടവരും പ്രതികരിച്ചു. ഓരോരുത്തർക്കായി നന്ദി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകർ പ്രതികരിച്ചു. ഓരോരുത്തർക്കായും നന്ദി. മില്ലീനിയം എന്ന പദം ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നതാണ്, ലത്തീൻ വാക്കിൽ നിന്ന് വന്നതാണ്. ആ ഭാഷയിൽ മില്യൻ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അവിടെ നിന്ന് വന്നതാണ് മില്ലീനിയം എന്ന പദം. താങ്ക്സ്. അത് റിപ്ലൈ ചെയ്ത് എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു.
എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്, ഒരു വലിയ അനുഗ്രഹമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കേൾക്കത്തക്കവണ്ണം മലയാളം കമ്മ്യൂണിറ്റിയിലാകയാൽ ഏതെങ്കിലും ഒരു വിഷയം പുതുതുപോലും പഴയതുപോലും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതും ആരെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അതുകൊണ്ട് ലിങ്ക് അയച്ചു തരും, അല്ലതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരും. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ മില്ലിയനത്തിലേക്ക് നാം പ്രവേശിക്കും. കർത്താവായ യേശു നിർവൃതിയുടെ ശബത്ത് അന്ന് ആചരിക്കും. ഒരുപാട് തകരാറുകൾ നടന്നെങ്കിലും, സൃഷ്ടി മുതൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും, സ്വർഗത്തിലെ ദൈവം പ്രീ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ, മുൻ നിർണയിച്ചതുപോലെ, മുൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളെല്ലാം അതിൻ്റെ രംഗത്ത് വരികയും ദൈവം ആഗ്രഹിച്ച ദൈവിക വിശുദ്ധിയിൽ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുവാൻ യേശുവിനെ കഴിയുകയും ചെയ്യും. അന്ന് കുഞ്ഞാടും പുള്ളിപ്പുലിയും എല്ലാം ഒന്നിച്ചു മേയും. അന്ന് ശിശു അണലിയുടെ പൊത്തിൽ കൈയിടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദോഷവുമില്ല. ദൈവിക പരിജ്ഞാനത്താൽ ഭൂമി നിറഞ്ഞിരിക്കും. എങ്ങനെ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവിക പരിജ്ഞാനത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് അത് ദൈവിക തൃപ്തിയുടെ, സംതൃപ്തിയുടെ റിയൽ ശബത്തായിരിക്കും. ശബത്ത് എന്ന പദത്തെ ഒരു പദത്തിലൂടെ ചിത്രീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നിക്കുന്നത് നേരത്തെ തോന്നിയതല്ല. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ഉണ്ടാക്കിയില്ല. ശബത്ത് എന്നാൽ എന്താണ്? ശബത്തിനെ ദൈവം വിശുദ്ധീകരിച്ച ദിവസമാണ്. വിശുദ്ധീകരണം എന്നാൽ എന്താണ്? മറ്റൊന്നിനും കടന്നു വരുവാൻ അനുവാദമില്ലാതെ ഒന്നിനു വേണ്ടി മാത്രം, ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കുന്നതിനെയാണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ എയർഫോഴ്സ് ലൈഫ് കഴിഞ്ഞു. അതിനുശേഷം പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം എയറോനറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ജോലി ചെയ്തു. എയറോനറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ജോലി വിടുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഫ്യൂ ഡേയ്സ് വാണിംഗ് ആയിരുന്നു അതിനകത്ത്. ഈവൻ ഒരു മാസം എങ്ങാണ്ടേ ഉള്ളായിരുന്നു എനിക്ക് കിട്ടിയ ടൈം. ഞാൻ പെട്ടെന്ന് ഒരു നോട്ടീസ് കൊടുത്തു, എനിക്ക് റിസൈൻ ചെയ്യാൻ പോവാണ്. അന്ന് റിസൈൻ ചെയ്യരുത് എന്ന ആളുകളൊക്കെ എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ റിസൈൻ ചെയ്തു. അത് പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ആ റിസിഗ്നേഷനെ തുടർന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നാച്ചുറലി ഉണ്ടായി. ജോലി കൊണ്ടും ശമ്പളം കൊണ്ടും ഉപജീവനം കഴിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് റിസൈൻ ചെയ്യുമ്പോൾ, സഡൻ തിങ്കിങ് ആണ് റിസൈൻ ചെയ്യുമ്പോൾ, അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി സാമ്പത്തിക മണ്ഡലത്തിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ന്യൂസ് പേപ്പർ നിർത്തി, പാലിൻ്റെ അളവ് കുറച്ചു, മത്സ്യമാംസാദികളുടെ അളവ് കുറച്ചു, എല്ലാം ഒന്ന് ചുരുങ്ങി ജീവിക്കുവാൻ വേണ്ടി. ഞാൻ ആ ഒരു കാര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എൻ്റെ ഭാര്യയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നമേ ഞാൻ എൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു. റിസൈൻ ചെയ്യാൻ പോവുകയാണ്, ദൈവാത്മാവ് പറയുന്നത് കൊണ്ടാണ്, എങ്ങനെ ഉണ്ടാകും? അവൾ പറഞ്ഞു, ദൈവം വിളിച്ചെങ്കിൽ ദൈവം നടത്തും, ധൈര്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അന്ന് സുനിൽ എന്നോട് പറഞ്ഞ വാചകം, ഇന്ന് ഡാഡി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നാളെ ഒരിക്കൽ ദൈവത്തെ അനുസരിക്കണമെന്ന് പൊതുജനത്തോട് പറയുവാനുള്ള ഡാഡിയുടെ മോറൽ റൈറ്റ് ഇല്ലാതെ പോകും. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക, വേറൊന്നും നോക്കണ്ട. ഇളയ മോൻ്റെ വാക്ക് അതിനേക്കാൾ കട്ടിയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ, വി ഡോണ്ട് മൈൻഡ് ഈറ്റിംഗ് ഗ്രാസ്, യു കാനോട്ട് മിഡിൽ വിത്ത് ദ പ്ലാൻസ് ഓഫ് ഗോഡ്, കം ഓൺ റിസൈൻ. ഞങ്ങൾ പുല്ല് തിന്ന് ജീവിക്കാനും മടിക്കത്തില്ല, ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് മാറരുത്, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ആ റിസൈൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിൻ്റെ അർത്ഥം പട്ടിണി കിടന്നെന്നല്ല, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ദൈവം കൊണ്ടുപോയിട്ടില്ല. സാമ്പത്തിക ഞെരുക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അന്ന് എനിക്ക് വേറെ ഒരു പ്രൈവറ്റ് കമ്പനി ഒരു ഓഫർ, ഒരു ഡിസൈൻ അവർക്ക് കൊടുക്കുക, എന്നിട്ട് അതിന് പ്രകാരം വർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി തന്നെ ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുക, അവരോട് ചേർന്ന് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ഗവൺമെൻറ് സർവീസ് വിട്ടേച്ച് നിങ്ങളുടെ പ്രൈവറ്റ് സർവീസിൽ ജോലി ചെയ്യത്തില്ല. അവർ പറഞ്ഞ് ഡിസൈൻ തരിക, തന്ന ശേഷം മാസത്തിൽ 1-2 പ്രാവശ്യം അതിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ എങ്ങനെ പോകുന്നുവെന്ന് നോക്കാൻ അവിടെ വരണം. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം വന്ന് നോക്കിയാൽ മതി. നിനക്കിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ അവസാനമായി തന്ന ശമ്പളം ആസ് എ റോയലിറ്റി ഞങ്ങൾ എല്ലാ മാസവും തന്നുകൊണ്ടിരിക്കും. ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അത് നല്ല കാര്യമാണ്. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് നിൻ്റെ ശരീരം തന്നെയല്ല, നിൻ്റെ മനസ്സുമാണ്. നിൻ്റെ മനസ്സ് എവിടെ ഇരിക്കും? നീ അവൻ്റെ 1 രൂപ ഒരു മാസം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് അവിടെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് വിട്, അതിന് പോകണ്ട. എനിക്ക് നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും ഒരുപോലെ വേണം. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിച്ച ഒന്നിനെയാണ് വിശുദ്ധം എന്ന് വിളിക്കുന്നത്. കണ്ട അശുദ്ധിയെല്ലാം മനസ്സിലൂടെ ഓടിയാൽ അതിനെ വിശുദ്ധമെന്ന് പറയാനൊക്കത്തില്ല. ആരാധനകൾ വിശുദ്ധമായിരിക്കാൻ, ശബത്തുകൾ വിശുദ്ധമായിരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റേതിൽ മാത്രം ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ.
അന്ന് യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നീതിയിൻ ഭരണം നടത്തേണ്ടതിന് 12 സിംഹാസനങ്ങളിൽ അപ്പോസ്തലന്മാരിയ്ക്കുകയും ലോകത്തെ ന്യായം വിധിക്കുകയും ചെയ്യും. അവർ ദൂതന്മാരെയും ന്യായം വിധിക്കും എന്ന പദം മറക്കരുത്. അന്ന് നാമും സിംഹാസനത്തിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഈ ഭൂമിയുടെ അന്തരീക്ഷം ദൈവം വീണ്ടും മാറ്റും. ചൂട് കുറയും, പ്രകാശം വർദ്ധിക്കും. കാര്യം ഇന്നത്തെ അയണോസ്ഫിയർ ഉണ്ടാക്കി സെറ്റ് ചെയ്തവനായ ദൈവത്തിന് 2 പത്രോസിൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും അന്നുണ്ടായിരുന്ന ഭൂമിയും അന്നുണ്ടായിരുന്ന കോസ്മോസും മാറ്റിയവനായ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കോസ്മോസ് മാറ്റുകയും ഭൂമിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും കൃഷി വർദ്ധിക്കുകയും മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകും. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു അന്തരീക്ഷം വരും. അടുത്തത്, ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിന്മേൽ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. എവിടെയെങ്കിലും കോസ്മോസ് തൊടാൻ ദൈവം എനിക്ക് അവസരം തരുന്ന ഇടങ്ങളിൽ മുഴുവനും ഞാൻ പറയാറുണ്ട്. സിയോനിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവുമായി യഹോവയായ ദൈവം ഒരു കോസ്മോസ് ആരാധനാലയത്തിൻ്റെ അകത്തുണ്ടാക്കും. ഇന്നും ആരാധനാലയത്തിൻ്റെ അകത്ത് വേറൊരു അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിനായി സ്തോത്രം. അത് ഇന്നും സൃഷ്ടിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിർവൃതിയുടെ മില്ലീനിയം കഴിഞ്ഞാൽ 10 പട്ടണങ്ങൾ സിംഹാസനം കഴിഞ്ഞാൽ 10 പട്ടണങ്ങൾ നിനക്ക്, 5 പട്ടണങ്ങൾ നിനക്ക്, 2 പട്ടണങ്ങൾ എന്നിങ്ങനെ ഓരോരുത്തന് ഈ ഭൂമിയിൽ വിശ്വസ്തത തെളിയിച്ചതിന് ഒത്തവണ്ണം പ്രതിഫലം കൊടുത്തുകൊണ്ട് ഭൂമിയുടെ ഭരണം നടത്തുവാൻ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് യോഗ്യമായി ചെയ്യുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു, ഭൂമിയുടെ മാത്രമല്ല നക്ഷത്രമണ്ഡലങ്ങളെപ്പോലും നാം ന്യായം വിധിക്കേണ്ടതായി വരും. കാരണം നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് അറിയുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞ പദത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പദവി ഓർത്ത് ആ ശ്രേഷ്ഠതയിൽ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ 15-ാം തീയതിയാണ് ഞാൻ ഒടുവിൽ മെസ്സേജ് എടുത്തത്. 15 വരെ കൊണ്ട് ഇവിടം വരെ നമ്മൾ തീർത്തതാണ്. ഇത്രയും റിവിഷനായിരുന്നു. വേഗത്തിൽ പോകാം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഞാൻ പറഞ്ഞു. വേദപുസ്തകത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിനെ കുറിക്കുന്നതായി ചില സൂചനകൾ വീണ്ടും പറയുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടതുകൊണ്ട് ആ സൂചനകൾ ഞാൻ ഇവിടെ ഇടുകയാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം സകലവിധ അടയാളങ്ങളോടുമായിരിക്കും. ഇതിലെ അധർമ്മമൂർത്തി എന്ന പദമാണ് ഞാൻ തൊടുവാനായി ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറഞ്ഞു അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏത് പ്രവചനത്തിനും ആവർത്തിച്ചുള്ളതായ ഫുൾഫിൽമെൻ്റ് ഉണ്ടായിരിക്കും. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും ഒറ്റ പ്രാവശ്യമായി നിൽക്കുന്നില്ല. ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. കാര്യം ദൈവത്തിൻ്റെ തിരുവായാണ് കൽപ്പിച്ചത്. ഒരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, എൻ്റെ ശബ്ദത്തിൻ്റെ മാറ്റൊലി ഇന്ന് ഭിത്തികളിലൊക്കെ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ ദൈവശബ്ദം അവിടെയും ഇവിടെയും ഒക്കെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അതിന് ആവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അനേക പ്രാവശ്യം ഈ സംഭവങ്ങൾ നടക്കും. അധർമ്മത്തിൻ്റെ മൂർത്തിയും അധർമ്മത്തിൻ്റെ ലക്ഷണവും ഉണ്ടായിരിക്കും. എന്നാൽ ഫൈനൽ മൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത്. എതിർ ക്രിസ്തു എന്ന അർത്ഥത്തിൽ അധർമ്മമൂർത്തി, അധർമ്മത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് കാണിച്ചത് മാത്രം, റിവിഷനൊന്നും ഞാൻ ഇംഗ്ലീഷിൽ കാണിച്ചില്ല കുഞ്ഞുങ്ങൾക്ക്. കാര്യം നമുക്ക് ഏറ്റവും വേഗത്തിൽ പോകേണ്ടതുകൊണ്ട്. കുഞ്ഞുങ്ങളെ, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു പദപ്രയോഗമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അന്ത്യനാഴിക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നാഴികയല്ല. ഏതാണ്ട് 2000-മോ 2000 വർഷങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അന്ത്യനാഴിക എന്നതിനെ വിളിക്കുകയാണ്. നാഴികകളെ വിനാഴികകളായി തിരിക്കാം. മിനിറ്റുകൾ ചേർന്നാണ് മണിക്കൂർ ഉണ്ടാകുന്നത്. വിനാഴികകൾ ചേർന്നാണ് നാഴികകൾ ഉണ്ടാകുന്നത്. ഇതുപോലെ അന്ത്യകാലത്തെ അനേക ഘടകങ്ങളായി തിരിക്കാൻ കഴിയും. ഒരു മണിക്കൂറിനെ 60 മിനിറ്റുകളാക്കാം. അതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ ഒരു മിനിറ്റാകാം, സെക്കൻഡുകളാകാം, മില്ലി സെക്കൻഡുകളാകാം, മൈക്രോ സെക്കൻഡുകളാകാം. ഒരുപാട് കണക്കുള്ളതുപോലെ അന്ത്യകാലത്തെയും തിരുവചനം സത്യത്തിൽ മനസ്സിലാകുന്നവർക്ക് മാത്രം മനസ്സിലാകും, വേർതിരിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യനാഴികയുടെ ചെറിയ ചെറിയ വിഭാഗങ്ങളാണ് നാം കടന്നു പോകുന്ന ഓരോ വർഷങ്ങളും. അങ്ങനെ
ഇത് അന്ത്യനാഴികയാകുന്നു, അന്ത്യകാലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇനി ഒരൊറ്റ യുഗം കൂടെ ബാക്കിയുള്ളൂ. യുഗങ്ങളായി പഠിപ്പിക്കുന്നവർ 7 യുഗങ്ങളായി എടുത്ത് പഠിപ്പിക്കാറുണ്ട്. കാലത്തിൻ്റെ ആരംഭത്തെങ്കിലും എടുക്കുന്നതിന് നിഷ്കന്മഷ യുഗം എന്ന് പറയും. പിന്നെ ന്യായപ്രമാണ യുഗത്തിലേക്ക് വരുന്നതിന് മുന്നമേ ഇടയ്ക്കൊരു മനസാക്ഷി യുഗമുണ്ട്. ന്യായപ്രമാണ യുഗം കഴിഞ്ഞാൽ നാം കൃപായുഗത്തിലേക്ക് കയറി, ഇത് കഴിഞ്ഞാൽ സഹസ്രാബ്ദ യുഗത്തിലേക്ക് കയറും. ഇങ്ങനെ പല യുഗങ്ങളായി എടുക്കുന്നതിൽ നാം അന്ത്യകാലത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം നാം ഇന്ന് കൃപായുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. യോഹന്നാന്റെ ലേഖനം 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. എതിർക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എതിർക്രിസ്തുവിനെ കുറിച്ച് അന്തിക്രിസ്തു എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ളത്. അതിൻ്റെ കറക്റ്റ് പദം എതിർക്രിസ്തു എന്നാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് തൊട്ട് സംസാരിക്കാൻ സമയം അതിക്രമിച്ചു എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുകൊണ്ട് ഈ 2024 ഒടുവിലത്തെ ഞായറാഴ്ച അതും കൂടെ തൊടുവാൻ കർത്താവ് കൃപ തരുന്നതിനായി സ്തോത്രം. ഞാൻ വേഗത്തിൽ പൊയ്ക്കോട്ടെ. എതിർ ക്രിസ്തുക്കൾ വന്നു കഴിഞ്ഞുവെന്ന് 1-ാം നൂറ്റാണ്ടിൽ പറയുന്നു. എതിർ ക്രിസ്തുവല്ല, എതിർ ക്രിസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം കലരുന്ന പലരും എഴുന്നേറ്റുവെന്ന്. ലോകത്തിൽ ക്രിസ്തു സഭയെ അങ്ങേയറ്റം മുടിച്ച് നശിപ്പിച്ച അനേക രാജാക്കന്മാർ എഴുന്നേറ്റു. അവരിൽ ഓരോരുത്തൻ്റെ എഴുന്നേൽപ്പിൽ ഇത് എതിർ ക്രിസ്തു ആയിരിക്കും എന്നാളുകൾ പറഞ്ഞു. അതെ, എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഭാവം അവനിൽ ഉണ്ടായിരുന്നു എന്നതിന് ബൈബിൾ സർട്ടിഫൈ ചെയ്യുന്നു. ഇവിടെ ബൈബിൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റു. വിശ്വാസത്തിൽ തകർത്ത് കളയുന്ന അനേകർ, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പാസ്റ്റർ കെ. എബ്രഹാം പരസ്യപ്പെടുത്തിയ 7 മഹദിയം ബാബിലോൺ എന്ന പുസ്തകത്തിലൊക്കെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിൽ മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞ ഇന്നാരും അതിനേക്കാൾ ഒട്ടും കുറയാതെ ഇന്ന് പെന്തക്കോസ് മണ്ഡലത്തിൽ വിശ്വാസത്തിൽ തെറ്റിച്ച് കളയുന്ന ഒരുപാട് പേര് എഴുന്നേൽക്കുന്നുണ്ട്. ഇതിനെ എല്ലാം തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്നാണ് വിളിക്കുന്നത്. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നമേ ഏലിയാവിനെ അയക്കുമെന്ന് പഴയ നിയമത്തിൽ ദൈവവചനം പറഞ്ഞിരുന്നു. മലാക്കി പ്രവചനം അത് പറയുന്നുണ്ട്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് സെഖരിയ പുരോഹിതന് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വന്ന സാഹചര്യത്തിൽ മേശയുടെ വലത്തുവശത്ത് ഹെബ്രിയേൽ മാലാഖ വന്നു നിന്നു. ആ രംഗം ദയവായി ഒന്ന് കാണണം. ഒരു 400 വർഷം പുറകിൽ മലാഖി പ്രവചിച്ചിട്ടു, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഞാൻ ഒരുവനെ അയക്കും. അവൻ വന്ന് ഞാൻ ഏലിയാവിനെ അയക്കും. അവൻ വന്ന് ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കും എന്ന് നേരത്തെ പ്രവചിച്ചിട്ടിരുന്നു. 400 തുടർന്നുള്ള വർഷങ്ങൾ ആരും ഒരാലോചനയുമില്ല. ദൈവരാജ്യം എന്ന പദം കേൾക്കാനില്ല, യേശുവിനെ കുറിച്ച് പറയുന്നില്ല, ഒന്നുമില്ല. ജനം 100% അന്ധകാര യുഗത്തിലൂടെ പോയി. ദൈവം ദേവാലയം വിട്ടുപോയി. അവിടെ എങ്ങും ദൈവസാന്നിധ്യം ഇല്ലാതെയായി. കേവലം ആചാരങ്ങളുടെ പുറത്തു മാത്രം ജനം നടന്നിരുന്നു. ആ കാലത്ത് അതിൻ്റെ അന്ത്യത്തിൽ സെഖരിയ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വന്ന് ആലയത്തിൽ നിൽക്കുമ്പോൾ മേശയുടെ വലത്തുവശത്ത് ഒരു ദിവ്യ പുരുഷൻ നിൽക്കുന്നു. അതായിരുന്നു ഹെബ്രിയേൽ മാലാഖ. ഹെബ്രിയേൽ മാലാഖ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കാൻ പോകുകയാണ്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ആയിരിക്കും ജനിക്കുന്നത്. ഏലിയാവിൻ്റെ ആത്മാവിനെ പകരുന്നവനായ ഒരു ദൈവം, മറക്കരുത്, അതൊരു വിശുദ്ധ കാര്യമാണ്. അശുദ്ധ കാര്യത്തിനു വേണ്ടി അശുദ്ധാത്മാക്കളെ നിറച്ച് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെയും അനേകരും വരും. അവരെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇംഗ്ലീഷിലെ വാക്യങ്ങൾ ഐ കുഡ് ഹാവ് ഷോൺ യു ഏർലി. നേരത്തെ ഞാനിത് പറയേണ്ടതായിരുന്നു, എനിവേ വാക്യം നോട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാവുന്നതേ ഉള്ളൂ. വാക്യമല്ല, റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ, എല്ലാവർക്കും വായിക്കാവുന്നതേ ഉള്ളൂ. ആരും ഏതു വിധേനയും നിങ്ങളെ തെറ്റിക്കരുത്. ഇതിൻ്റെ ഇനിയൊരു ഭാഗത്തേക്ക് തിരിയുകയാണ്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം.
എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നതിന് മുന്നമേ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഇന്ന് കേൾക്കുന്നവർ, പ്രിയപ്പെട്ടവർ, ദയവായി ദൈവവചനവും ഞാൻ പറയുന്ന വാക്കും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണമേ എന്ന് കർത്താവിൽ അപേക്ഷിക്കുന്നു. യേശു ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അത്ഭുതങ്ങളോടും അടയാളങ്ങളോടുമാണ് ആരംഭിച്ചത്. അടയാളങ്ങളോടെ ആരംഭിച്ചു. യേശു പോയിടത്ത് മുഴുവനും കുരുട്ടുകണ്ണന് കണ്ണുകൊടുത്തും ചെകിടന് കേൾവി കൊടുത്തും മരിച്ചവനെ ഉയർപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ചു വിട്ടും പാരലറ്റിക് കേസിനോട് പൊയ്ക്കോളാൻ പറഞ്ഞും 38 വർഷമായി കുളക്കരയിൽ കുളങ്കലങ്ങാൻ കാത്തുകിടന്നവനോട് കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞും ഒക്കെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടെ ആയിരുന്നു. പഴയ നിയമത്തിൻ്റെ ഗുരുവായിരുന്ന, പഴയ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുരുവായിരുന്ന നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഗുരു, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നുവെന്ന് ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുവാൻ കാരണം അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികളാണ്, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളാണ്. യേശു പറഞ്ഞു, അതെ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അങ്ങനെ കേവലം പറഞ്ഞാൽ വിശ്വസിക്കാത്തത് കൊണ്ട് എൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പ്രവൃത്തികൾ നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ തത്വം നിങ്ങൾ പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വേണമെന്നായിരുന്നു. ഇന്ന് ആ വിശ്വാസം പെന്തക്കോസ്ത് സഭകളിൽ പൊതുവേ ഇല്ലാതെയായി. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. മറക്കരുത്. ഇന്നും ഇത് വിളിച്ചു പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ 1 അശുദ്ധാത്മാക്കളെ പുറത്താക്കുവിൻ. നമ്പർ ഇടുന്നത് ഞാനാ, വചനത്തിൽ നമ്പരില്ല, പക്ഷേ ഓർഡർ ഇതാ. 2 നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ. 3 ദൈവരാജ്യം പ്രസംഗിപ്പീൻ. ഇതാണ് യേശു അയച്ചത്. ആ വിശ്വാസം ഇന്ന് ഇല്ലാതെ പോയി എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇതൊക്കെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഭാഗങ്ങളാണ്. ഇവ പല പ്രാവശ്യം സംഭവിച്ച് അവസാനം മൂർത്തീകരമായ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. ഇന്ന് രോഗശാന്തികൾ പരസ്യമായി ചെയ്യാൻ പാടില്ലെന്നും അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും പ്രസംഗിക്കരുത് എന്നും ഗവൺമെൻറ്റുകൾ പോലും പറഞ്ഞു തുടങ്ങിയ ഒരു കാലത്ത് നമ്മളെത്തി. ഇത് എങ്ങോട്ട് വരികയാണ്? അധർമ്മത്തിൻ്റെ മൂർത്തി വരുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്. തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഇപ്പോഴത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വാക്യം വായിച്ചു, വിശദീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ സമയമെടുക്കുന്നത്. അപ്പോൾ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരും. ആരാണ് ഇപ്പോൾ തടയുന്നത്? പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ തടയുന്നത്. സഭയാണ് ഇപ്പോൾ തടയുന്നത്. ഭയങ്കര കോൺഫ്രണ്ടേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് മലയാളം മാധ്യമങ്ങളിൽ പലതും വഴിതെറ്റിപ്പോയ പലരും, പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നെയും ദൈവസഭയെയും കുറിച്ച് അനാവശ്യം ധാരാളം പറയാറുണ്ട്. വി ആർ ഓൺ കോൺസ്റ്റന്റ് വാർഫെയർ. ഞാൻ ഇന്ത്യൻ പട്ടാളക്കാരനായിരിക്കുമ്പോൾ എന്നെ കണ്ട് ഒരു പാകിസ്ഥാൻ ഭടൻ വെടിവെച്ചാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. അവൻ ശമ്പളം വാങ്ങിക്കുന്നേ അതിനാ. ഞാൻ ക്രിസ്തീയ പട്ടാളക്കാരനായി ലോകത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ 4 ചെകുത്താൻ്റെ ഭടന്മാർ എന്നെ വെടിവെച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. അവരതിന് ശമ്പളം വാങ്ങുന്നവരാണ് സാത്താൻ്റെ കയ്യിൽ നിന്ന്. പ്രതികരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഞാനും ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നവനാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ മറ്റൊന്ന്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്ന് മറക്കരുത്. ഇതുവരെ തടസ്സപ്പെടുത്തുന്നവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, സഭയെക്കുറിച്ചാണ്. സഭയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഇവിടുന്ന് മാറിയാൽ അതാണ് യേശുവിൻ്റെ കാഹളത്തിങ്കിൽ സംഭവിക്കുന്നത്. സഭയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഇവിടെ നിന്ന് മാറും. അതോടുകൂടെ എതിർ ക്രിസ്തുവിന് പൂർണ്ണമായി പ്രവേശിക്കാം. അതുവരെ അവൻ്റെ മർമ്മങ്ങൾ മാത്രമേ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എതിർ ക്രിസ്തുവായവൻ വെളിപ്പെട്ട് വരും. 2 തെസ്സലോനിക്കർ 2:3-8 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 3-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവുമാണ് ഞാൻ വായിച്ചത്.
ഇനിയും ഇൻ കണക്ഷൻ വിത്ത് ദി വൺ വേൾഡ് ഗവൺമെൻറ്, ഇനിയും വൺ വേൾഡ് ഗവൺമെൻറ്റിനോടുള്ള ബന്ധത്തിൽ ഇതെന്ത് സംഭവിക്കുമെന്ന് ദാനിയേൽ പ്രവചനം 7:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും, ആ വാക്യം ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് 3 ട്രിനിറ്റി ഒരുമിച്ച് ചേരുന്നതാണ്. ദൈവിക ട്രിനിറ്റി അല്ല, പൈശാചിക ട്രിനിറ്റി ഒരുമിച്ച് ചേരുന്നതാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മൃഗം അഥവാ ഒരു ഗവൺമെൻറ് ഉണ്ട്, വൺ വേൾഡ് ഗവൺമെൻറ്. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നീ കണ്ട ബിംബം എന്ന് പറഞ്ഞ് ദാനിയേലിൽ അവതരിപ്പിക്കുന്ന ആ ബിംബവും, 2 അതിനെ നടത്തുന്നതായ ഒരു പൈശാചിക ശക്തിയും അല്ലെങ്കിൽ കള്ളപ്രവാചകനും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവും, ഒരു വ്യാജ മതവും അതിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്നതായ ആത്മാവും, 3 ഇവരുടെ ആകാശത്ത് നിന്ന് അഗ്നി നിറമുള്ളതായ 7 തലയും 10 കൊമ്പുമുള്ളതായ ഒരു സർപ്പം കൊടുക്കുന്നതായ ആ ആത്മാവും. ഞാനതിനെ ഏലിയൻസ് എന്ന് വിളിച്ചു. അത് ശാസ്ത്രീയ ഭാഷയിൽ അങ്ങനെയാണ്. ആ വാക്ക് പറയുന്നത് പോലും ചെകുത്താനും ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് വിവരമുള്ളവർ പോലും അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവരം കെട്ടവർ പുലമ്പുന്നതും കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി ഏത് സമയത്തായിരിക്കുമെന്ന് ദാനിയേൽ 7 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഇതേ കാര്യം വെളിപ്പാട് പുസ്തകം 13-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ദയവായി ദാനിയേൽ 7:24 ഒന്ന് വായിക്കാമോ? ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യസ്തമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നതാണ്. എതിർ ക്രിസ്തുവിന്റെ കാലത്തുള്ള ആ അന്തിമ ഗവൺമെന്റ്. ഞാൻ പറഞ്ഞു, UNOയെ ഞാൻ സസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു വൺ വേൾഡ് ഗവൺമെന്റ് ഉണ്ടാകേണ്ടത്. ആ വൺ വേൾഡ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവും ഗൗരവമായി വ്യാചരിക്കും. ഇവനുമായി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യരുത് എന്ന ആശയം ഗൗരവമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, 2 പ്രത്യേക ഇൻസിഡൻറ്റുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, ആദ്യമായി മീഡിയ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടാകുന്നതിന് മുന്നമേ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. പറഞ്ഞ ആളിനെയൊക്കെ എനിക്ക് നന്നായി അറിയാം. ഒരു പരസ്യ സ്ഥലത്ത് ഞാനത് അനൗൺസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞ, അച്ഛാ അമേരിക്ക പര്യടനമൊക്കെ കഴിഞ്ഞ അച്ഛാ വന്നില്ലേ? വന്നു. ഞങ്ങൾക്കൊരു 1 ലക്ഷം രൂപ തരാമെങ്കിൽ 2 ബോംബ് ഞാൻ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ഞാൻ 2 ബോംബ് അടുത്ത ദിവസം അയക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിൻ്റെ പങ്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അമേരിക്കയിൽ നിന്നല്ലേ കൊണ്ടുവന്ന, നീയും പോയി എടുത്തു, നിൻ്റെ പങ്ക് വാരിക്കൊണ്ടുപോവാ, ഞാൻ എൻ്റെ പങ്കെ കൊണ്ടുവന്നുള്ളൂ. ഇതേ വാചകമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് ഞാൻ 1 പൈസ പോലും തരത്തില്ല. എതിർ ക്രിസ്തുവുമായി കോംപ്രമൈസ് ഇല്ല. അന്ന് മുതൽ മീഡിയ അറ്റാക്ക് ആരംഭിച്ചതാണ്. കാലത്തിൻ്റെ പോക്കിൽ പണ്ടൊരുത്തൻ എന്നോട് പറഞ്ഞു, അച്ഛാ എത്ര രൂപ ഉണ്ടെന്ന് പറ, കാശെടുത്ത് വെക്ക്, എഴുത്ത് നിർത്തും, അച്ഛ അതിന് അനുകൂലമായിട്ട് എഴുതും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഞാൻ എതിർ ക്രിസ്തുവുമായി കോംപ്രമൈസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആവർത്തിക്കുന്നത്. ഈ 2 ആത്മാക്കൾ തമ്മിൽ എല്ലാ സമയത്തും സമരമുണ്ടായിരിക്കും. ലോകവ്യാപകമായി പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന ഏത് ശുശ്രൂഷകനെ കുറിച്ചും എതിരുണ്ട്. കർത്താവ് യേശു പറഞ്ഞ ഒരു പദമുണ്ട്, പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ കല്ലെറിയാതെ വിട്ടു പറ. അങ്ങനെയാണെങ്കിൽ എനിക്കുമുണ്ടാകും. വിശുദ്ധ പൗലോസ് ഇതേ ആശയം തുറന്നു പറഞ്ഞു. അത് എതിരുണ്ടാകും. ഇന്ന് MA വർഗീസും തുറന്നു പറയുകയാണ്, എതിരുണ്ടാകും. എന്നാൽ ദൈവത്തിനുള്ളവൻ ദൈവത്തോട് പറ്റി നിൽക്കട്ടെ. എതിർ ക്രിസ്തുവിനുള്ളവനും ദൈവത്തിനുള്ളവനും തമ്മിൽ ഒരു വേർതിരിവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തമാശന് വേണ്ടി പറയല്ല. എനിക്കെതിരെ എഴുതുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന 10 രൂപയായിരിക്കാം അവൻ്റെ വരുമാനം. പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ മഹാകരുണയാൽ നിത്യനായ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പ്രതിഫലമുണ്ട് എന്നറിഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ കൊള്ളാമെന്ന് തോന്നുന്നു. ഈ ആയുസ്സിൽ ആദ്യമായി ഞാൻ ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ലോജിക്കലി തിങ്ക് ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഒന്ന് കാര്യമായി ഇളകി ചിന്തിച്ചോണം. ലോജിക്കലി ചിന്തിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ഒരു സീനിയർ എഞ്ചിനീയർ, ഹൈ ക്വാളിഫിക്കേഷനുള്ള ഒരു എഞ്ചിനീയർ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒത്തിരി വർഷം ജോലി ചെയ്തയാൾ, വിദേശത്ത് ജോലി ചെയ്തയാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, ഉന്നത നിലവാരം സൂക്ഷിക്കുന്നവരാ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ പ്രായമായവരാ,
അവരുടെ പിക്ചർ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ജനമയോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കുടുംബം എന്തായിരുന്നുവെന്ന്, അല്ലെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് ഈ പിക്ചർ കണ്ടാൽ നോട്ട് ചെയ്യാം. സാധാരണ പലരുടെയും പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒക്കെ ഫോട്ടോ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പന് ഒരു ഉണങ്ങിയ മനുഷ്യനാണ്, അത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ വെച്ചാൽ എൻ്റെ ഒരു ഉണങ്ങിയ ഫോട്ടോയാ, അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. മറ്റേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുഖത്തെ കല, അദ്ദേഹത്തിൻ്റെ മുഖഭാവം അത് ഗൗരവമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്, അവരുടെ മോനാ. അദ്ദേഹം ഇന്നലെ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ, പാസ്റ്ററെ ഒരു ഡൗട്ടുണ്ട്. ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, ധാരാളം വസ്തുക്കളുണ്ട്. 2026 അദ്ദേഹത്തിൻ്റെ വാചകമാണ്, എൻ്റെ വാചകമല്ല. 2026 കാഹളം ധ്വനിക്കുമെന്നും നമ്മൾ ഇവിടുന്ന് പോകുമെന്നുമാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മക്കൾ ശരിക്കും ഗുണപ്പെട്ടതല്ല. പള്ളിപ്പം വിളിച്ചാൽ അവർ വരും, പക്ഷേ അവർ സ്വർഗത്തിൽ പോകുന്നതൊന്നും അല്ല. അവർ ഈ ലോകപ്രകാരം ജീവിക്കുന്ന ജഡീകനായ പിള്ളേരാണ്. പള്ളിപ്പം ഇല്ലത്തല്ല, വരും, വിളിച്ചാൽ വരും, പക്ഷേ അവർ സ്വർഗത്തിൽ പോകത്തില്ല. എൻ്റെ വസ്തുവകകൾ, ഞങ്ങളുണ്ടാക്കിയ വസ്തുവകകൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റപ്പെടും? ഭയങ്കര ലോജിക്കൽ പോയിൻ്റാണ്. വസ്തു ഉള്ളവനെ ഇത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്ന് കേട്ടോണം എല്ലാവരും. എൻ്റെ വസ്തുവകകൾ എങ്ങനെ കൈമാറ്റപ്പെടും? ഞാൻ മരിച്ചു പോയാൽ അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, പക്ഷെ കാഹളത്തെങ്കിൽ എടുക്കപ്പെട്ടാൽ ഈ വസ്തു കൈമാറാൻ ഒരു പോളിസി ഇന്ത്യൻ ഗവൺമെൻറ്റിനില്ല. കാരണം റാപ്ചർ എന്നൊരു ടേം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഫൈൻ, അതുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മക്കൾക്കാകും. പക്ഷെ എനിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണത്തില്ല, ഞാൻ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുകയാണ്. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ബ്രദറെ, മില്യൺസ് വിൽ ബി മിസ്സിങ് അറ്റ് എ ടൈം. 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് മിസ്സാകും. ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കത്തില്ല. കാര്യം റാപ്ചറിൽ അവരങ്ങേയറ്റം വിശ്വാസമില്ലാത്തവരാണ്, അതുകൊണ്ട് ഉണ്ടാക്കത്തില്ല. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മക്കൾക്ക് എൻ്റെ അങ്ങ് പൗത്ത് കൊടുക്കാമെന്ന് കണ്ടാൽ, അവന്മാർ, ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ പോകുന്ന ടൈപ്പല്ല. നാളെ എന്നെ ചവിട്ടി ഇറക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ കൊടുക്കാനും പറ്റത്തില്ല. ചത്ത് കഴിഞ്ഞത് കൈമാറാൻ മാർഗവുമില്ല. വാട്ട് ഡിസിഷൻ വി ഹാവ് ടു ടേക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഇളകി ചിന്തിക്കാൻ കഴിയുന്നവരിങ്ങനെ പലതും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാര്യം റാപ്ചറിൻ്റെ ടൈം വളരെ അടുത്തടുത്ത് വരികയാണ്. ഇന്ന് അശുദ്ധാത്മാവും ദൈവാത്മാവും തമ്മിൽ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ ഒരു സന്ധിയില്ലോ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ദൈവത്തോടുകൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ഒപ്പോസ് ജീസസ്. യേശുവിനെ എതിർക്കുവാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഒപ്പോസ് ദ ഹോളി സ്പിരിറ്റ്, ടു ഒപ്പോസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ എതിർക്കുവാനുള്ള ഒരു ദൈവിക ടെൻഡൻസിയാണ്. ടു ഡ്യൂപ്ലിക്കേറ്റ് ജീസസ്. എതിർ ക്രിസ്തുക്കൾ എഴുന്നേക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെടുത്തുകൊണ്ട് കള്ളക്രിസ്തുക്കൾ വരുമെന്ന് തന്നെ യേശു പറയുന്നുണ്ട്. യേശു ദൈവമല്ല എന്ന് പറയേണ്ടതിന് ഇൻവെർട്ടഡ് ക്രോസ് ഇടുന്നത് മാത്രമല്ല, ഞാനാണ് ദൈവമെന്ന് പറയുവാൻ ക്രൂശ് ഉപയോഗിക്കുന്നവനും കാണും. ടു ഡ്യൂപ്ലിക്കേറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡ്യൂപ്ലിക്കേറ്റ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാണിക്കും. മിസ്ലീഡ് ദ പീപ്പിൾ ഫ്രം ദ വെരി ഇലക്ട്. ഈ കഴിയുമെങ്കിൽ വൃതന്മാരെ ഉൾപ്പെടെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യപ്പെടുത്താൻ, മിസ്ലീഡ് ചെയ്യുവാൻ, തെറ്റായ മാർഗങ്ങളിലൂടെ കൊണ്ടുപോകുവാൻ, ചെറിയ പ്രതിഫലങ്ങൾ കൊടുക്കുവാൻ കഴിയും. ടു ഡിസ്ട്രോയ് ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ തിരിച്ചു കളയുവാൻ, തെറ്റിച്ചു കളയുവാൻ കഴിയും. ഇതെല്ലാം കൂടെയാണ് എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയട്ടെ. പ്രിവൈലിംഗ് ദ ഒറിജിനൽ വർക്ക് ഓഫ് ദി പെർവേർട്ടിംഗ് ദ ഒറിജിനൽ വർക്ക് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഒറിജിനൽ പ്രവർത്തനങ്ങളെ പെർവേർട്ട് ചെയ്യുന്ന, തലകുരിച്ചിടുന്ന ഒരു സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കും. ഇന്ന് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുങ്ങട്ടെ. ഈ 1000 വാഴ്ചയ്ക്ക് ശേഷം സാത്താൻ ഇവരെ 1000 വർഷത്തെ കഴിച്ചു വിടുകയും അവൻ വന്ന് തൻ്റെ രാജാവിനെതിരെ, രാജാധിരാജാവായ യേശുവിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും അർമഹദോൻ മഹായുദ്ധം നടക്കുകയും, ആ യുദ്ധം ചില ദിവസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. കർത്താവായ യേശു തൻ്റെ തേജസ്സിൻ്റെ പ്രഭയാൽ അവനെ നിർമൂലമാക്കിയ ശേഷം, അർമഹദോൻ യുദ്ധത്തിന് ശേഷം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുകയും അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതും ആകുന്നു.
ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവനെ ഇവിടുന്ന് മാറ്റിവെച്ചാണ് യേശു രാജ്യത്വം ഏറ്റെടുക്കുന്നത്. യേശു രാജ്യത്വം ഏറ്റെടുത്ത ശേഷമാണ് 1000 ആണ്ട് ഇവിടെ വാഴുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുകയും അവൻ മഹായുദ്ധത്തിന് ഒരുങ്ങുകയും ഹർമഗദോൻ മഹായുദ്ധം നടക്കുകയും ചെയ്യും. യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അദ്ദേഹം ഇവനെ ദഹിപ്പിച്ചു കളഞ്ഞ ശേഷം തൻ്റെ സകല ശത്രുക്കളും കീഴടങ്ങി. ഒടുവിലത്തെ ശത്രുവായി മരണം വരെ മാറും. ഇവയെ മാറ്റിയ ശേഷം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു രാജ്യം കൈമാറും. 1000 ആണ്ട് ഈ ഭൂമിയിൽ രാജാവായി വാണ് നമ്മോടുകൂടെ വാണ ശേഷം പിതാവാം ദൈവത്തിന് രാജ്യം അർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയെ അർപ്പിക്കുന്നതായ ഒരു ദിവസമുണ്ട്. രാജാക്കന്മാർ കിരീടങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്നത് പോലെ യേശു തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ സകല അധികാരവും ഏൽപ്പിച്ചു കൊടുക്കും. പിതാവേ, ഈ ഭൂമിയെ നേടേണ്ടതിന് വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചു. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ മുമ്പിൽ വോളണ്ടിയറായി ഞാൻ വന്നു. എൻ്റെ രക്തം കൊടുത്ത് ഒരു ജാതിയെ വിലയ്ക്ക് വാങ്ങി. ഞാൻ വീണ്ടെടുത്ത എൻ്റെ ജനത്തെ ഞാൻ പ്രസന്റ് ചെയ്യുന്നു. ഒടുവിലത്തെ ശത്രുവായി മരണത്തെ വരെ കീഴടക്കി സകല ശത്രുവിനെയും ഞാൻ കീഴടക്കിയിരിക്കുന്നു. ദയവായി ഭൂമി അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ 1000 വർഷമായി ഇപ്പോൾ തിരിച്ചെടുക്കണമേ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റിന് ഞാൻ ഇംഗ്ലീഷ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ അടുത്ത വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മേളിൽ കൊടുക്കാഞ്ഞത്. മേളിൽ മലയാളത്തിലെ വാക്യം കൊടുത്തതുകൊണ്ട് ഞാനതിവിടെ ചെറുതാക്കി കൊടുത്തു. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടത് ആകുന്നു. അങ്ങനെ അന്ന് നമുക്ക് നമ്മുടെ റിവാർഡ്സ് ഉണ്ട് എന്ന് മറക്കരുത്. ഇന്ന് കഷ്ടം സഹിക്കുന്നവർ, ത്യാഗം സഹിക്കുന്നവർ, നിന്ന സഹിക്കുന്നവർ മറക്കരുത്. അത്തെ ഒന്നുണ്ട്, അന്ന് രാജാക്കൾക്ക് തുല്യമായി ക്രിസ്തുവിനോടുകൂടെ വാഴേണ്ടതിന് ഇന്ന് സഹിക്കുന്നുവെങ്കിൽ നാളെ അവനോടുകൂടെ വാഴും. അത് മറക്കരുത്. തുടർന്ന് കർത്താവ് വെക്കുന്ന സിംഹാസനമാണ് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. ഇതാണെന്ന് പ്രധാനമായും പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അതിനു മുമ്പ് എതിർ ക്രിസ്തുവിനെ തൊടാൻ പറഞ്ഞു. അത്യാവശ്യത്തിന് തൊട്ടു. 24 മൂപ്പന്മാർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റുമിരിക്കും. ദൈവത്തിൻ്റെ സിംഹാസനം എനിക്ക് തോന്നുന്നത് ഒരു കുറേ പിക്ചേഴ്സ് ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും പ്രസൻറ്റബിളായി എനിക്ക് തോന്നിയ ഒന്നാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സെൻട്രലിൽ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖഛായയോ കട്ടോ ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ രൂപം സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാര്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന പല വെളിപ്പാടുകൾ ബൈബിളിലുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിൻ്റെ വെളിച്ചത്തിൽ ചെയ്തിരിക്കുന്ന ഒന്നാണിത്. ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു 4 ജീവികളെ കാണാം. 4 ജീവികൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരവും കൈയാളുന്ന 4 വ്യക്തികളെയാണ് വിളിച്ച് മുന്നിലിരുത്തിയിരിക്കുന്നത്. അവരാണ്, ആ 4 ജീവികളാണ് മുഴു പ്രപഞ്ചത്തിൻ്റെയും അധികാരം കൈയാളുന്നത്. ജീവികൾ എന്ന പദം ബൈബിളിൽ ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷനിൽ ബീസ്റ്റ് എന്ന പദം ഉണ്ടെങ്കിൽ അത് പ്രാഥമികമായും കുറിക്കുന്നത് അധികാരത്തെക്കുറിച്ചാണ്. ഇവിടെ 4 ബീസ്റ്റുകൾ, 4 അധികാരികൾ, മുഴു പ്രപഞ്ചത്തിൻ്റെയും അധികാരം നടത്തുന്ന 4 വ്യക്തികളെ പിടിച്ച് സിംഹാസനത്തിൻ്റെ മുമ്പിലോട്ടിരുത്തി ഇരിക്കെ നിങ്ങൾ അവിടെ. ഞാൻ പറഞ്ഞായിരുന്നു, നിമ്രോദ് നായാട്ടിന് പോകുമ്പോൾ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് സിംഹങ്ങളെ കീഴടക്കി. 2 സിംഹങ്ങളെയായിരുന്നു അദ്ദേഹം നായാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊരു പറച്ചിലുണ്ട്. ഇതൊന്നും തെളിയിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെ ഒരു ചിന്തയുണ്ട്. അല്ലെന്നുള്ളതിനും തെളിവില്ല, ആണെന്നുള്ളതിനും തെളിവില്ല. പക്ഷേ കൂടുതൽ തെളിവുകൾ അങ്ങനെ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നുവെന്ന് മാത്രം. ഡോക്ട്രിനല്ല, ആശയങ്ങൾ പറയുകയാണ്. 24 മൂപ്പന്മാർ ചുറ്റുമിരിക്കുമ്പോൾ സിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് 4 ജീവികളെ വിളിച്ചിരുത്തി. ഇതിൻ്റെ മുകളിൽ ഒരധികാരമില്ല. അങ്ങനെ സകല അധികാരത്തെയും ഒരുമിച്ച് കീഴടക്കി. വലിയ വെള്ളസിംഹാസനം എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷും മലയാളവും രണ്ടും ഈ ഒറ്റ പേജിൽ തന്നെ ഉണ്ട്. ഞാൻ വലിയൊരു വെളിപ്പാട് പുസ്തകം 20:11 ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. വലിയ എന്ന പദപ്രയോഗം കൊണ്ട് അതിൻ്റെ വലിപ്പത്തെ തന്നെ ചിത്രീകരിക്കുന്നു, മഹത്വത്തെ ചിത്രീകരിക്കുന്നു, അധികാരത്തെ ചിത്രീകരിക്കുന്നു. ഇതിൻ്റെ മേളിലൊന്നില്ല.
ഇന്ത്യയിൽ ഒരു കൊച്ചു കോടതിയിൽ എന്നെ ഏതെങ്കിലും കാരണത്തിന് ശിക്ഷയ്ക്ക് വിധിച്ചാൽ അതിനേക്കാൾ ഉയർന്ന കോടതിയിലേക്ക് പോകും. ഏറ്റവും ഒടുവിൽ എനിക്ക് സുപ്രീം കോടതി വരെ പോകുവാൻ കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ കൊണ്ട് എൻ്റെ കോടതികൾ തീരും. ഭൂമിയിൽ അനേക കോടതികളുണ്ട്. ഇതിൽ ഒന്നിലും തീരാതെ വന്നാൽ ഇൻ്റർനാഷണൽ കോടതിയിൽ പോകുവാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട്. അവർക്ക് അവിടെ ഒരു തീരുമാനമുണ്ടാകും. എന്നാൽ സകല ഭൂമികളിലെയും സകല നക്ഷത്രങ്ങളിലെയും സകലത്തിൻ്റെയും അന്തിമമായ കോടതിയാണിത്. അതുകൊണ്ടാണ് വലിയ കോടതി എന്ന പേര് ഇതിന് വന്നത്. അതിനപ്പുറത്തൊരു കോടതിയില്ല. അവിടുത്തെ വിധി അന്തിമവും 100% ന്യായപ്രദവുമായിരിക്കും. വലിയതെന്ന് പറയുവാനുള്ള വേറൊരു കാര്യം അതിനകത്തെ ന്യായമാണ്. ന്യായം മറിച്ചു കളയുന്ന ഒന്നുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ കോടതി ഏറ്റവും ന്യായമുള്ള കോടതിയായിരിക്കും. വെള്ള സിംഹാസനം എന്ന് പറയുവാനുള്ള കാരണം സിംഹാസനത്തിൻ്റെ നിറം വെളുത്തതാകാം. 7 വർണ്ണങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണല്ലോ വെള്ള. സിംഹാസനത്തിൻ്റെ നിറം വെള്ളയാകാം. അതിലുപരി ആ സിംഹാസനത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നതാണ് ആ 7 നിറങ്ങൾ എടുത്തു കാണിക്കുന്നത്, അല്ലെങ്കിൽ വെള്ള സിംഹാസനം എന്ന് പറയുന്നത്. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അന്ന് പിതാവായ ദൈവം ആ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിമാറും. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതാണ് ആകാശവും ഭൂമിയും. ആകാശവും ഭൂമിയും ഇല്ലെങ്കിൽ പിന്നെ നാം എവിടെയാണ് നിൽക്കുന്നത്? അത് ദൈവത്തിന് മാത്രം അറിയാം. ദൈവം കരുതിക്കോളും. ഇന്നലെ ഒരു വിവാഹത്തിന് പോകാനായി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ വിവാഹത്തിന് പോയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാൻ കസേറയും കൊണ്ടല്ല പോയത്. എന്നെ വിവാഹത്തിന് വിളിച്ച ആളുകൾ എനിക്കിരിക്കാൻ ഒരു കസേറ അവിടെ തന്നിരിക്കും. അങ്ങനെയാണ് ഞാൻ വന്നത്. ഇന്നിവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്കറിയാം ഒരു മൈക്രോഫോൺ കിട്ടുമെന്ന്. അതിവർ തന്നിരിക്കും. അതുകൊണ്ട് ഞാൻ മൈക്രോഫോൺ കൊണ്ടല്ല വന്നത്. സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് വിളിക്കപ്പെടുന്നവർ സ്ഥലം അന്വേഷിക്കണ്ട. അത് നിത്യനായ ദൈവം കരുതിക്കോളും. എല്ലാവർക്കും നിൽക്കത്തക്ക വണ്ണം അവിടെ ഒരു സ്ഥലമുണ്ട്. ഇംഗ്ലീഷും മലയാളവും രണ്ടും എഗെയിൻ ഈ ഇതിനകത്തുണ്ട്. വലിയ വെള്ളസിംഹാസനത്തിൻ്റെ 2ാം വിശദീകരണം വെളിപ്പാട് 20:12 മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. 2ാമത്തെ വിശദീകരണം 1 അതിൻ്റെ നിറവും വലിപ്പവും, 2 അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാര്? മരിച്ചവർ ആബാലവൃദ്ധം. ആദാം മുതൽ ഏറ്റവും അവസാനം ജനിച്ചു മരിക്കുന്ന ആൾ വരെ സകല വ്യക്തികളും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആളുകളെ ഒരുമിച്ച് നിർത്തുവാൻ ഭൂമിയിലുള്ള ഒരു മൈതാനവും പോരാ. ആകയാൽ ഈ ആകാശവും ഭൂമിയും പറിച്ചു മാറ്റിയേച്ച് സ്വർഗത്തിലെ ദൈവം നിർത്താൻ കഴിയുന്ന ഇടം കരുതിക്കൊള്ളും. തൻ്റെ ശാസ്ത്രം മനുഷ്യശാസ്ത്രത്തെക്കാൾ വലുതാണ്. ശാസ്ത്രീയമായി അവഗണിച്ചാൽ നമുക്ക് കഴിയുകയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എനിക്കൊന്ന് 2 ദിവസങ്ങൾക്ക് മുന്നമേ മിഷ്യാക്കാക്കുവിൻ്റെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് കാണുവാനിടെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഉന്നതനായ മിഷ്യാക്കാക്കുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കാണുവാനിടയായി. അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എനർജിയുടെ 4% മാത്രമേ മനുഷ്യന് കേട്ടുകേൾവിയുള്ളൂ. അറിവല്ല, കേട്ടുകേൾവിയുള്ളൂ. 96% നമുക്ക് യാതൊരു അറിവുമില്ല. ഈ അറിവ് കെട്ട നമ്മൾ എന്നെ കമൻ്റ് ചെയ്യാനാണെന്ന്. ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിച്ചവനൊക്കെ ലോജിക്കാന്നും പറഞ്ഞ് വന്നിരിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മിഷ്യാക്കാക്കുവിൻ്റെ ആശയമാണ്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത്, ആകെയുള്ള വസ്തുവിൽ 5% വസ്തുക്കളെക്കുറിച്ച് മാത്രമേ നമുക്കറിവുള്ളൂ. 95% വസ്തുക്കളെ ഡാർക്ക് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്താണെന്ന് ഒരു പിടിയും ആർക്കുമില്ല. ഡാർക്ക് മാറ്ററിനെ പലതായി വേർതിരിച്ചിട്ടുണ്ട്. ഇത്രയും അറിവില്ലാത്ത എനിക്ക് എന്ത് ഡിസൈൻ ചെയ്യാനാ, എന്ത് ചിന്തിക്കാൻ അറിയാവുന്നവൻ ചിന്തിച്ചുകൊള്ളും, താൻ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് റിയാലിറ്റി ആണോ എന്ന് പറയാനൊക്കത്തില്ല. കാര്യം ഒരു വസ്തുവിൻ്റെ 5% മാത്രമേ എനിക്ക് കാണത്തുള്ളെങ്കിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ഒരു വസ്തുവിൻ്റെ 5% മാത്രമേ എനിക്ക് കാണത്തുള്ളെങ്കിൽ ഞാൻ കാണുന്നത് റിയലാണെന്ന് പറയാൻ ഒക്കത്തില്ല. മിഷ്യാക്കാക്കുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. എം എ ബ്രീസിൻ്റെ കണ്ണിന് ഏറെക്കുറെ 30% കാഴ്ചയുണ്ട്. ഞാൻ എന്നിട്ടും ആളുകളോടെയും കണ്ണ് ശരിക്കും കാണുന്നില്ല. പലരെയും കണ്ടാൽ മറന്നു പോകുന്നു, റിക്കലക്ട് ചെയ്യാൻ ഒക്കുന്നില്ല, വായിക്കാൻ പ്രോപ്പർലി കഴിയുന്നില്ല. 30% കാഴ്ച ഉണ്ടായിട്ടാണ്. 5% കാഴ്ചയുള്ള ഒരുവന് കാഴ്ച ഇല്ലെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആകപ്പാടെ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മെറ്റീരിയലിൻ്റെ 5% മാത്രമേ നമുക്കറിയത്തുള്ളൂ മാറ്റർ. ബാക്കിയുള്ളതിനെ ഡാർക്ക് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് പോലും ഒറിജിനലാണോ അതോ എന്തോ തോന്നലാണോ എന്ന് പറയാൻ ഒക്കത്തില്ല. ആ സാഹചര്യത്തിലേക്ക് ഇന്ന് ശാസ്ത്രം വന്നു കഴിഞ്ഞു. ഓക്കെ, 2ാമത്തെ വിശദീകരണത്തിൽ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. 3 പുസ്തകങ്ങൾ തുറന്നു.
പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മറക്കരുത്, വിശുദ്ധന്മാരെ ഓൾറെഡി ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചു. ഇടുക്കുവാതിലിലൂടെ അവരെ ഉയർപ്പിച്ചു. അവർക്ക് സ്വർഗത്തിൽ കൊണ്ടുപോയി അവരുടെ പ്രതിഫലങ്ങൾ കൊടുത്തു. സ്ഥാനനിർണയങ്ങൾ നടത്തി. മണവാട്ടിയെ തെരഞ്ഞെടുത്തു. യേശുവിൻ്റെ വിവാഹം നടന്നു. എന്നിട്ട് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുകയും ചെയ്ത ശേഷം ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ 1000 ആണ്ടിന് ശേഷമുള്ള ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ മരിച്ചവരെ ആബാലവൃദ്ധം ഉയർപ്പിച്ചു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇനിയും പോകും. ആകാശവും ഭൂമിയും മാറ്റി വേറെ ഏതോ സ്ഥാനത്ത് ദൈവത്തിന് മാത്രം അറിയാം. 5% മാത്രം ഉയർന്ന ശാസ്ത്രജ്ഞന് അറിയാമെങ്കിൽ എനിക്ക് എന്നെ മണ്ണാങ്കട്ടെ അറിയാം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വിശ്വസിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ വേറൊരു സ്ഥാനത്ത് നമ്മളെ കൊണ്ടു നിർത്തി. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 കാണണമല്ലോ. ഏറ്റവും കുറഞ്ഞത് അതിൽ കൂടുതൽ കാണും. 2 എങ്കിലും ഉണ്ട്. അതിൻ്റെ പുറത്ത് ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഇനിയും പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത പ്രതിഫലം അവരവർക്ക് ഉണ്ടായി. അടുത്ത പദത്തിലേക്ക് പോവുകയാണ്. 3 എന്ന് ഞാൻ വിളിക്കുക. ആക്ച്വലി 2-നകത്ത് ഞാൻ 2 കാര്യങ്ങൾ കവർ ചെയ്തു. ഈ 2nd ചാപ്റ്ററിനകത്ത് വെള്ളസിംഹാസനത്തിൻ്റെ 2nd ചാപ്റ്ററിൽ 2 കാര്യങ്ങൾ കവർ ചെയ്തു. 1 പുസ്തകങ്ങളെക്കുറിച്ചും 2 മരിച്ചവർ ആബാലവൃദ്ധം നിന്നു എന്നതിനെക്കുറിച്ചും. ഇനിയും അതിൻ്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് ഞാൻ കയറുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ സമ്മറി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രത്തിൽ 1000 പേര് മരിച്ചു കിടപ്പുണ്ട്. സമുദ്രത്തിൽ ഒരുപാട് പേരെ വിഴുങ്ങിയ കപ്പലുകൾ ഉൾപ്പെടെ അനേകരെ വിഴുങ്ങിയ സമുദ്രം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സമുദ്രത്തിൽ ആയിരങ്ങൾ മരിച്ചിട്ടുണ്ട്. സമുദ്രം ഒരു ദിവസം നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് എന്നിലുള്ള മരിച്ചവരിതാണ് എന്ന് പറഞ്ഞ് അവരെ കൈമാറും. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തിനടുത്ത വിധിയല്ല, അവനവൻ്റെ പ്രവർത്തനങ്ങൾക്കടുത്ത വിധി ഉണ്ടായി. ഇംഗ്ലീഷിൽ താഴെ കൊടുത്തിട്ടുണ്ട്. വെള്ളസിംഹാസനത്തിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. വെളിപ്പാട് പുസ്തകം 20-7 മുതൽ 15 വരെയുള്ള വാക്യം തന്നെയാണ്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇതുവരെ മരണവും പാതാളവുമാണ് മരിച്ച ഒരുപാട് പേരെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾക്കറിയാമോ, പല സഭകളും സ്നാനപ്പെടാനുള്ളവരെ അനുവദിക്കത്തില്ല. പല പ്രസ്ഥാനങ്ങളും ആത്മാവിൽ വളരുവാനുള്ളവനെ അനുവദിക്കത്തില്ല. ഇവരെയെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്ന് അവരെ അങ്ങോട്ട് റിലീസ് ചെയ്യും. അതാണ് 1ാമത്തേത്. അത് കഴിയുമ്പോൾ കർത്താവ് ഇതുവരെയും ഈ ഭക്തന്മാരെ ഹോൾഡ് ചെയ്തിരുന്ന നിന്നെ തൽക്കാലം തീപ്പൊയ്കയിലേക്ക് അയക്കുകയാണ്. ഇതുങ്ങളെ തീപ്പൊയ്കയിലേക്ക് അയക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരുള്ളവൻ ഉയർത്തെഴുന്നേറ്റ് ആദ്യമേ പോയി. അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയും കൂടെ നിർത്തിക്കുന്നുണ്ട്. ഞാൻ വേറൊരു പ്രത്യേകത ഇങ്ങനെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ളവനും മരിച്ചവനും സകലരും ഒരുമിച്ച് വന്നു. സഭയെ പീഡിപ്പിച്ചവരും നശിപ്പിച്ചവരും ക്രിസ്തുവിനെ കുരിശിച്ച മഹാപുരോഹിതന്മാർ ഉൾപ്പെടെ ആദം മുതൽ ജീവിച്ചിരുന്ന സകലരെയും ഒരുമിച്ച് വന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടി എടുക്കപ്പെട്ട എന്നെയും കൊണ്ടുവന്നു. ഒരുമിച്ച് നിർത്തിയാണ് ഒരൊറ്റ ന്യായവിധി. അതാണ് അന്തിമ ന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി. ഇന്നെന്നെ പഴിച്ചവനെ അന്ന് തീപ്പൊയ്കയിൽ തള്ളുന്നത്, ഇന്നെന്നെ കൊന്നവനെ അന്ന് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്, ഇന്നെന്നെ ദുഷ്ടമൃഗത്തിൻ്റെ മുമ്പിൽ കൊടുത്തവനെ അന്ന് ദൈവം ശിക്ഷിക്കുന്നത്, അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാണുവാൻ ദൈവം എന്നെ മാനിക്കുന്നത്, അവൻ്റെ മുമ്പിൽ മാനിക്കുവാൻ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നവൻ ഉയർത്തുന്നത് കാണുവാൻ സകലരെയും ഒരുമിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ന്യായക്കോടതിയാണ് ഈ ദൈവത്തിൻ്റെ നിത്യക്കോടതി എന്ന് മറക്കരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അടുത്തത് ഇത് ഇംഗ്ലീഷിൽ ഒന്ന് നോട്ട്. ഐ എം സോറി. 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. ഞാൻ നേരത്തെ ഈ പദങ്ങൾ എടുക്കാറില്ലായിരുന്നു. ഒരു ദിവസം ഒരു പ്രത്യേക സ്പിരിച്വൽ എൻകൗണ്ടറിൽ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ അയച്ചു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് 24-25 വയസ്സുള്ള ഒരു മോനാണ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, പാസ്റ്റർ, ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു പദം കൂടെ ചേർത്ത് ഉപയോഗിക്കുവാൻ
ഒരു ദൈവാത്മ നിയോഗമുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാ. കോടുകുളഞ്ഞ് കൺവെൻഷന് വേണ്ടി ഞാൻ ഒരിക്കൽ പോയപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഈ സഹോദരൻ വന്നത്. ഞാൻ ഓർക്കുന്നു, ഒത്തിരി വർഷങ്ങളായി, അതുകൊണ്ട് ഞാൻ പേരും കാര്യങ്ങളും അത്രയും ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞ ഒരു പദമാണിത്: പാസ്റ്റർ സാധാരണ ഉപയോഗിക്കാത്ത, പാസ്റ്റർ അങ്കിൾ എന്ന് അദ്ദേഹം വിളിച്ചത്, ഉപയോഗിക്കാത്തൊരു വാക്യം കൂടെ ഉപയോഗിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 21:8, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ഗന്ധകം കത്തുന്ന, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണമാകുന്നു. ഇതും കൂടെ എടുത്തു പറയുവാൻ എന്നെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ വാക്യം കൂടെ എടുത്തു പറയുകയാണ്. ഇനിയും ഞാൻ വീണ്ടും അല്പം കൂടെ ഗൗരവമായി പോകുകയാണ്. 6ാമത്തെ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. 6ാമത്തെ ചാപ്റ്റർ, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. അതിനെ ഏറെക്കുറെ ചിത്രീകരിച്ചതിൽ ഞാൻ മുമ്പേ ഒന്ന് എടുത്തു കാണിച്ചായിരുന്നു. 4 ജീവികളെ മുൻപിലിരുത്തി, 24 മൂപ്പന്മാരെ ചുറ്റുമിരുത്തി, പിതാവായ ദൈവം തൻ്റെ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുന്ന രംഗം. അതിനകത്ത് 24 മൂപ്പന്മാരെയും സിംഹാസനവും മാത്രം ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണിത്. ദൈവത്തിൻ്റെ 7 ആത്മാക്കളാകുന്ന അഗ്നി അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആത്മാവിനെ കുറിക്കുന്ന 2 പ്രാക്കളയാണ്, അത് 2 or 3 പ്രാക്കളയാണ് അതിൻ്റെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പിതാവായ ദൈവം 24 മൂപ്പന്മാരെ ഇരുത്തിക്കൊണ്ട് ന്യായം വിധിക്കുന്ന വെള്ള സിംഹാസനം. ഇതിൻ്റെ കളറൊന്നും വെള്ളയല്ല, സോറി, ആ 2 വരച്ച പടമായ എൻ്റെ അല്ല. അതിൻ്റെ 6ാമത്തെ ഭാഗം ഇതാണ്. വെളിപ്പാട് പുസ്തകം 4:4-5 വാക്യങ്ങളിൽ, അതെ 4:4-5 വാക്യങ്ങളിൽ, സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ ഭയങ്കര ഭീകര രംഗമൊന്ന് കാണേണ്ടതിനാണ്. പുസ്തകങ്ങൾ തുറന്നു എന്നൊരു പദം നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകം 20:12 പുസ്തകങ്ങൾ തുറന്നു. ആൻഡ് ഐ സോ ദ ഡെഡ് സ്മോൾ ആൻഡ് ഗ്രേറ്റ് സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ആൻഡ് ദ ബുക്സ് വർ ഓപ്പൺഡ് ആൻഡ് അനദർ ബുക്ക് വാസ് ഓപ്പൺഡ്, ദ ബുക്ക് ഓഫ് ലൈഫ്. എന്തൊക്കെയായിരിക്കും പുസ്തകങ്ങൾ? ഗൗരവമായി ചിന്തിക്കുക. എന്തൊക്കെയായിരിക്കും പുസ്തകങ്ങൾ? ഒന്ന് ബൈബിളാണ്. വെളിപ്പാട് പുസ്തകം 20:13 1 ബൈബിളാണ്. 119ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 89ാമത്തെ വാക്യത്തിൽ ഒരു പദം കിടപ്പുണ്ട്: യഹോവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണ്. അത് മിസ്കോട്ട് ചെയ്യുന്ന അനേകരും എഴുന്നേറ്റ് വരും. ഈ വചനവുമായി ബന്ധമില്ലാത്ത പലരും അത് മിസ്കോട്ട് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് വരും. എനിക്ക് പലപ്പോഴും ലോ വായിച്ചാൽ പലതും മനസ്സിലാകത്തില്ല. എനിക്ക് നിയമങ്ങളിൽ പലതും വേണ്ടതുപോലെ മനസ്സിലാകത്തില്ല. കാര്യം ഞാൻ അത് കൈകാര്യം ചെയ്യുന്നതല്ല എൻ്റെ ബിഗിനിങ് ഓൺവേർഡ്സ്. അതുകൊണ്ട് നിയമങ്ങളിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ കഴിയുമെങ്കിൽ ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ്സിനെ വിളിച്ചു ചോദിക്കും. അങ്ങനെ അങ്ങ് വിടാം. ഞാൻ ലൈജുവിൻ്റെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിച്ചു. പേരിന് കുറ്റമൊന്നുമില്ല. ആരെയും നമ്മുടെ അഡ്വക്കേറ്റ്സിനെ വിളിച്ച് ചോദിക്കും. അവരെ കൊണ്ടും അത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ ഒരാളിനെ വിളിച്ച് വരെ ചോദിച്ചിട്ടുണ്ട്. നിയമങ്ങൾ ചോദിക്കും. കാരണം നിയമങ്ങൾ വായിച്ചാൽ എനിക്ക് വേണ്ടതുപോലെ മനസ്സിലാകത്തില്ല. ഇതുപോലെ ഭൂമിയിൽ മനസ്സിലാകാത്തത് കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. അവനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ ദുഷ്ടനോട് ചോദിക്കുന്നത്, എൻ്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാനും എൻ്റെ ന്യായപ്രമാണം അറിയിപ്പാനും നിന്നെ ആരുടെ അധികാരപ്പെടുത്തിയത് അത് പറയുവാൻ നിനക്കെന്ത് റൈറ്റ്? 1ാമത്തെ പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിൽ എന്നേക്കും സൂക്ഷിച്ചിരിക്കുന്നു. 2ാമത്തേത് ബുക്ക് ഓഫ് മെമ്മറി, ഓർമ്മയുടെ പുസ്തകമാണ്. ഞാനത് വിശദീകരിച്ചോളാം. 3ാമത്തേത് ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകമാണ്. ഇനിയും ഓർമ്മയുടെ പുസ്തകത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് 20:13 സമുദ്രം, ഭൂമി, the heavens, the beast, the fishes will all give up their dead with a report. അവരെല്ലാം ഈ മരിച്ചവരെ കൊണ്ട കൊടുക്കുന്നത് ഒരു റിപ്പോർട്ട് കൂടെയാണ്. അത് ഭയങ്കരമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പ്രത്യേക കേസിനകത്ത് ഇടപെടാൻ ഞാൻ പോയി കാണേണ്ടതായി വന്നു. ഞാനതിനകത്ത് ഇൻവോൾവ് അല്ല. ആരോ ഒരാളിനെ കൊന്ന് ഒരു കിണറ്റിനകത്തിട്ടിരുന്നു. കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച കത്തിയും
അതും ഇതും എല്ലാം ആ കിണറ്റിനകത്ത് തന്നെ ഇട്ടു. അതൊരു പൊട്ടക്കിണറാണ്, അതിനകത്തെല്ലാം മരങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ആർക്കും കാണത്തില്ല. വർഷങ്ങൾക്ക് ശേഷം പോലീസ് അത് ട്രേസ് ചെയ്തു, കണ്ടുപിടിക്കപ്പെട്ടു. അന്ന് തൊണ്ടി സാധനങ്ങൾ പുറത്തെടുത്തപ്പോൾ എങ്ങനെ കൊന്നുവെന്നും ഏത് വിധം കൊന്നുവെന്നും ലോകത്തിൻ്റെ പോലീസിന് റിപ്പോർട്ടുണ്ടാക്കാൻ കഴിഞ്ഞു. അത് 100% അക്യുറേറ്റ് ആയിരുന്നു. സമുദ്രം ഒരുവനെ കൊണ്ടേൽപ്പിച്ചാൽ എങ്ങനെ മരിച്ചു എന്ന് ഇവനെ കണ്ടില്ലെന്ന് മാത്രമേ നാട്ടിൽ അറിവുള്ളൂ. ഒരു റിപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കും, ഇന്നാരി കൊന്ന് ഇന്നിടത്ത് കൊണ്ട് തള്ളിയതാ. അന്ന് ഒരുപാട് പേര് സാക്ഷികളായി എഴുന്നേറ്റ് വരും വിത്ത് എ റിപ്പോർട്ട് അബൌട്ട് എവ്രി വൺ ഹുംസോ എവർ ദേ ഹാൻഡ് ഓവർ. അതെല്ലാം സാക്ഷ്യങ്ങളാണ്. ദ ബുക്സ് വേർ ഓപ്പൺഡ്. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഹബക്കുക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചു. പ്രായമുള്ള ഒരു ദൈവദാസൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്റർ, ഈ ആശയത്തിൽ ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഭയന്നു, നടുങ്ങി, ഇരുന്ന് കരഞ്ഞു. ഞാൻ പല കാര്യങ്ങളും പലപ്പോഴും ആവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ആരെയൊക്കെ ചിന്തയുണ്ട്, അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത് എന്ന് മറക്കരുത്. അരോചകത്വമുള്ളവർ ദയവായി ക്ഷമിക്കണം. നമ്മുടെ കൂട്ടുസഹോദരന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതും കൂടെയാണ്. ഹബക്കുക്ക് 2:11 ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ന്യായവിധിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഇവയെല്ലാം നിരത്തി നിർത്തും. ഇവയ്ക്കെല്ലാം ഒരു റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. ഹബക്കുക്ക് 2:11 വരെ ഞാനിത് കാണിച്ചു കഴിഞ്ഞു. ഇനിയും അന്ന് 50-ാം സങ്കീർത്തനം 3:6 ഞാനിവിടെ നിന്ന് ഒരു ചെറിയ കാര്യം 5 മിനിറ്റ് കൊണ്ട് ഒന്ന് പറഞ്ഞു വെച്ചു പോകാം. 1975 ഒരു കോഴ്സിന് വേണ്ടി ഞാൻ അമേരിക്കയ്ക്ക് പോയിരുന്നു. അന്ന് വാട്കിൻ ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെ അകത്ത് ഞങ്ങൾക്ക് ചില സെക്ഷനുകൾ ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ അകത്ത് വിശാലമായ ഒരു മൈതാനത്ത്, എനിക്ക് തോന്നുന്നത് ഒരു 5 ഏക്കറോളം വരും സ്ഥലം, മുഴുവനും ഫെൻസ് ചെയ്ത് അല്ല മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുക. ആ മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നതിനകത്ത് വിയറ്റ്നാമിൽ പൊട്ടിയ ബോംബിൻ്റെ കഷണങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ പ്രകൃതി സാക്ഷ്യം പറയുമെന്ന് ഒന്നുകൂടെ വിശദീകരിക്കാൻ പോവാം. വിയറ്റ്നാമിൽ പൊട്ടിയ ഒത്തിരി ബോംബുകളുടെ കഷണങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. ബോംബ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്ലിൻറ്റേഴ്സ്, അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ, കളയാൻ ഇടമില്ലാതെ ഭൂമി വിഷമിക്കുക. അന്നേരത്താണ് ഇത് വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക വരെ പ്ലെയിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നത്. അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഈ ബോംബിൻ്റെ സ്പ്ലിൻറ്റേഴ്സ് കൊണ്ടിട്ടിരിക്കുന്നത്? ചീനച്ചട്ടിയേക്കാൾ താണ ഒരെണ്ണം ഇരുമ്പ് കൊണ്ടാണ് ബോംബിൻ്റെ ഔട്ടർ കവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നത്തെ ബോംബ് ഇന്ന് വ്യത്യസ്തമായി, ഇന്നും പല ബോംബും അതുതന്നെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത് റഷ്യയുടെ മിലിറ്ററി ക്യാമ്പിനകത്ത് ഇരുന്ന ബോംബായത്. റഷ്യയുടെ മിലിറ്ററി ക്യാമ്പിനകത്ത് ഇരിക്കുന്ന സമയത്ത് റഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പാഗേഷൻ മുഴുവനും ഇത് റെക്കോർഡ് ചെയ്യും. ഇതിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്ന് അടിച്ചാൽ ആ വേവ് മുഴുവനെയൊന്നും പോകത്തില്ല. ഇന്ന് ഞാൻ ഈ ശബ്ദം സംസാരിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ അതേ കുറേ അതിൻ്റെ മെറ്റീരിയലുകളിൽ സൂക്ഷിക്കും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. എൻ്റെ മുൻപിലിരിക്കുന്ന മേശ, ഈ മേശയുടെ ഇരുമ്പിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ടായിരിക്കും. അത് മാറത്തില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണ്. അത് മാറത്തില്ല. ഇവിടുത്തെ കാർപ്പറ്റിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ടായിരിക്കും. അങ്ങനെ എല്ലാത്തിലും ഭാഗമുണ്ട്. ഈ ബോംബ് പൊട്ടുന്നതോടുകൂടെ ഇതിൽ ഒരുപാട് ഭാഗം നശിച്ചുവെങ്കിലും ഇനിയും പലതും ശേഷിച്ചിട്ടുണ്ട്. ഈ ബോംബ്, ഈ സ്പ്ലിൻറ്റേഴ്സ് പ്രത്യേക ടെമ്പറേച്ചറിലും പ്രത്യേക കെമിക്കൽസും ചേർത്ത് ഞങ്ങൾ ചൂടാക്കുകയും തണുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അന്ന് അത് അബ്സോർവ് ചെയ്ത ആ വികര ഭാഗങ്ങളിൽ പലതും പുറത്തുവിടും. അത് പുറത്തുവിട്ടാൽ റഷ്യ അന്ന് ഉപയോഗിച്ചിരിക്കുന്നതായ സിസ്റ്റം എന്താണെന്നും മെക്കാനിസം എന്താണെന്നും ഞങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കും. അതിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സാധാരണക്കാർക്കാർക്കും വേണ്ടാത്ത ബോംബിൻ്റെ സ്പ്ലിൻറ്റേഴ്സ് കൊണ്ടിട്ടിരിക്കുന്നത് അന്ന് ആകാശം എഴുന്നേറ്റ് സാക്ഷി പറയും. ബെഡ്റൂംസിൻ്റെ ചുവരുകളുടെ കല്ലുകൾ എഴുന്നേറ്റ് സാക്ഷി പറയും. വീടുകളുടെ ഉത്തരങ്ങൾ എഴുന്നേറ്റ് സാക്ഷി പറയും. 50-ാം സങ്കീർത്തനം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദഹിപ്പിക്കുന്ന തീ വന്ന് സാക്ഷി പറയും. ഇന്നാരെയും പിടിച്ചു കെട്ടി തീയിലോട്ടിട്ടത് സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു. ഞാനാ ദഹിപ്പിച്ചത്, ഇതാ അവനെ തിരിച്ചു പിടിച്ചോ, അവനെക്കുറിച്ച് റിപ്പോർട്ട്. കൊടുങ്കാറ്റ് സാക്ഷ്യം പറയും. ഇവൻ കാറ്റത്ത് ചത്തതാണ്, പക്ഷേ അവൻ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊടുങ്കാറ്റ് ഏൽപ്പിച്ചു കൊടുക്കും. ആകാശം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും.
ഭൂമി, അത് നമുക്ക് മനസ്സിലാകും, തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. വിശുദ്ധന്മാരെ എല്ലായിടത്തു നിന്നും വിളിച്ചു ചേർക്കും. നമ്മൾ ആ വാക്യങ്ങൾ വായിക്കും. സങ്കീർത്തനങ്ങൾ 50-18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ചിലരെ കണ്ടേച്ച് പറയും, ഇവൻ മരിച്ചടക്കപ്പെട്ടെങ്കിലും ഇവൻ്റെ ഒരു സോക്കേടുണ്ടായിരുന്നു, കള്ളനെ കണ്ടാൽ അവന് കൂട്ടു നിൽക്കുന്നവനായിരുന്നു. അവൻ പറഞ്ഞ കള്ളത്തിനെ വന്ന് പരസ്യമായിട്ട് പറയത്തില്ല. എന്തിനാ അവൻ്റെ വിരോധം സമ്പാദിക്കുന്നേ? അവനുമായിട്ടും കോംപ്രമൈസ് ചെയ്തേക്കാം. ഇവൻ പറഞ്ഞത് തെറ്റാന്ന് സൂക്ഷ്മറിയാം. ഞാൻ എന്തിനാ വഴക്കിന് പോകുന്നത്? ഈ റിപ്പോർട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ഇവൻ്റെ സ്വഭാവം ഇതായിരുന്നു, ഇവൻ കോംപ്രമൈസ് ചെയ്യുന്നവനായിരുന്നു. ഡിവോറിങ് ഫയർ ടെമ്പസ്റ്റ്, ദ ഹെവൻസ്, ദ എർത്ത്, ദ ഹോളി വൺസ് ആൻഡ് ഈവൻ വെൻ ദൗസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാണ് എതിരെ സാക്ഷ്യം പറയാനായി വരുന്നത്. ഞാൻ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ഈ സങ്കീർത്തന ഭാഗം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 50-ന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യം ദയവായി വായിച്ചാലും. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഇരിക്കട്ടെ, ന്യായം വിധിക്കാൻ വിളിക്കുന്നത് ആരെയൊക്കെയാ? അനുഗ്രഹങ്ങളും ശാപങ്ങളും മുൻപിലോട്ട് വെച്ചപ്പോൾ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയായി വെച്ചല്ലോ. ഇന്ന് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ആകാശം മാറിപ്പോയി, ഭൂമി നീങ്ങിപ്പോയി. പക്ഷെ പോയെങ്കിലും കർത്താവ് ഇതിനെ വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് വിളിച്ച് സാക്ഷി പറയുവാൻ ആകാശം മടങ്ങി വാ, സാക്ഷി പറയുവാൻ ഭൂമി മടങ്ങി വാ. നീ കണ്ട കാര്യം പറ, നീ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യം പറ. അഗ്നിജ്വാലേ വാ, വെള്ളമേ വാ, നീ കണ്ട കാര്യങ്ങൾ സാക്ഷി പറയാൻ വേണ്ടി ഇറങ്ങി വാ. ഇവയെ ഒരുമിച്ച് വായിച്ചാട്ട് ബ്രദറെ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരുണ്ടല്ലോ. യേശുവിൻ്റെ ദിവ്യബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചു എന്ന് പറയുന്ന ദൈവമക്കളെ, നിങ്ങളെ അകറ്റി മാറ്റി നിർത്തത്തില്ല. അവരെ എൻ്റെ അടുക്കലോട്ട് വരാൻ വിളിക്ക്. ആദം മുതൽ ജനിച്ച് ജീവിച്ച കോടാനുകോടികൾ, ട്രില്യൺസ്, അങ്ങനെ പറയാനേ ഒക്കത്തുള്ളൂ, ട്രില്യൺസ് ഒരുമിച്ച് ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിക്കൊണ്ട്, എനിക്കറിയാവുന്നതിലെ വലിയൊരു ഫിഗർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരുമിച്ച് ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, അവരുടെ നടുവിൽ നിന്ന് ഇവരെ എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർ, സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർ, വേർപാടിന് വേണ്ടി സമർപ്പിക്കുന്നവർ കരങ്ങൾ ഉയർത്താൻ പറയും. എന്നിട്ട് പറയും അവരവിടെ തന്നെ ഇരുന്നോളാൻ. എൻ്റെ കർത്താവ് പറയും, കൈ ഉയർത്ത്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് അടുത്തു വാ. ഞാൻ നിങ്ങളെ അകറ്റിവിടാൻ താല്പര്യപ്പെടുന്നില്ല. റിലേഷൻസ് മാറുകയാ. ഇന്ന് എല്ലാവർക്കും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അന്ന് സംഗതികൾ തിരിഞ്ഞു വീഴുകയാണ്. ഒടുവിലത്തെ ജഡ്ജ്മെന്റ്. 1 യോഹന്നാൻ 5-7 ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു. അതുകൊണ്ട് ഇന്നത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മലയാളം വേദപുസ്തകത്തിൽ നിന്ന് വിട്ടുപോയ ഒരു പദം ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. ഈ പർട്ടിക്കുലർ വാചകം മലയാളം വേദപുസ്തകത്തിലില്ല. കിങ് ജെയിംസ് വേർഷനിൽ മാത്രമേ ഇതുള്ളൂ. ഇതൊരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, ഈ പർട്ടിക്കുലർ വാക്യം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ മാത്രമേ ഉള്ളൂ. ഇതൊരു ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഇത് ഇല്ലാത്തത് കൊണ്ട് അത് ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. എനിക്ക് പറയാനുള്ളത്, ഇത് പലരും മാറ്റിക്കളഞ്ഞെങ്കിലും ദൈവനിർമ്മിതി ഇത് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റിൽ ആ പദം കൊടുത്തു. And there are 3, അടുത്ത വാക്യത്തിൽ, and there are 3 that bear witness in earth, the spirit and the water and the blood, and these 3 agree in one. ഈ 3 വ്യക്തികൾ സാക്ഷ്യം സൂക്ഷിക്കുന്നവരായി 3 പേർ, എൻ്റെ ടൈമായി, സാക്ഷ്യം സൂക്ഷിക്കുന്നവരായി 3 പേർ. ഞാൻ ഇനി മുന്നിലോട്ട് വരട്ടെ, എനിക്ക് വേറെ ചില പോർഷനുകൾ എടുക്കാനുണ്ട്. ഈ 3 പേർ മുകളിലിരുന്നു കൊണ്ട് രേഖകൾ മേളിൽ എഴുതിയിട്ടുണ്ട്. there are 3 that bear record in heaven, the Father, the Word and the Holy Ghost. ഈ 3 പേർ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഒരു വലിയ മേശ എൻ്റെ മുൻപിലുണ്ട് എന്ന് ദയവായി സങ്കല്പിക്കൂ. ആ മേശയുടെ ഇങ്ങേ സൈഡിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ന്യായവിധിക്ക് വേണ്ടി ഇരിക്കുകയാണ്. ആകാശത്തെ വിളിച്ചു വരുത്തി, ഭൂമിയെ വിളിച്ചു വരുത്തി, തീയും സമുദ്രവും സകലതും സാക്ഷ്യം പറയുവാൻ വേണ്ടി വട്ടം നിന്നു. പുസ്തകങ്ങൾ തുറന്നു. ഞാൻ കുറേ പുസ്തകങ്ങൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാം തുറന്നു. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയെ ഒക്കെ കുറിക്കുന്നതാണ്. ഇവർക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ മേശയുടെ മുൻപിൽ ഒരു 3 പേരെ നിർത്തി. ദ ഹോളി സ്പിരിറ്റ്, ദ വാട്ടർ ആൻഡ് ദ ബ്ലഡ്. ഈ 3 പേര്, പരിശുദ്ധാത്മാവ്,
പച്ചവെള്ളം, യേശുവിൻ്റെ രക്തം എന്നിവയെ മുമ്പിൽ നിർത്തി പിതാവായ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് വേണ്ടി മറുപടി പറയേണ്ടത് ഈ പുസ്തകങ്ങളിൽ നിന്നാണ്. അതിനെ ഫൈനലി കറക്റ്റായിരുന്നുവെന്ന് ഏറ്റുപറയേണ്ടത് പരിശുദ്ധാത്മാവാ. എഴുത്തൊക്കെ അവിടെ നിൽക്കും. The final witnesses, the final witnesses, the faithful witnesses. പുത്രൻ തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി എല്ലാം ഈ പുസ്തകങ്ങളിൽ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞേച്ച് പച്ചവെള്ളത്തോടൊരു ചോദ്യമുണ്ട്, നീ കണ്ടതാണോ ഇവൻ യേശുവിനോട് ചേരുന്നത്? 3, പരിശുദ്ധാത്മാവിൻ്റെ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി മുഴുവനും ഈ പുസ്തകങ്ങളിലുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് യേശുവിൻ്റെ രക്തമാണ് പറയുന്നത്, ഞാൻ അവനെ പിന്നെയും കഴുകി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ലേറ്റായിട്ട് വന്നു, ഇന്ന് പലരും ലേറ്റായിട്ടാണ് വന്നേ. ഞാനാരാ നിങ്ങളോട് ചോദിക്കാം? നിങ്ങളെപ്പോലെ ഒരുത്തനാണ് ഞാനും. നമ്മളെല്ലാം ഒരേ ബോട്ടിലാണ്. എന്നാലും നമുക്ക് ഒന്നിച്ച് നേരത്തെ വരാൻ നോക്കാം. അടുത്ത ആഴ്ച എല്ലാവരും നേരത്തെ വരണേ. ഒരു പുതിയ വർഷമാണ്, നമ്മൾ ഒരു പുതിയ തുടക്കം കുറിക്കാൻ. അടുത്ത ആഴ്ച എല്ലാവരും നേരത്തെ വരണേ. അല്ലേ നമ്മൾ ഈ താമസിച്ചൊന്നും എല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സഭായോഗത്തിന് വരാഞ്ഞത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നില്ല, ഞാൻ കൺവെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനിലായിരുന്നു, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡ് ഇങ്ങോട്ട് എടുത്തേച്ച് പറയാം. 15-ാം തീയതി ഞായറാഴ്ച എമേവറീസ് വന്നപ്പോൾ 1.5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ഇന്നല്ലായിരുന്നു കേട്ടോ, ഇത് കറക്റ്റ് ടൈമിനുണ്ടായിരുന്നു, ഷാർപ്പ് ഓൺ ടൈം. ഓക്കെ, 1.5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാ. അതിന് മറുപടി പറയേണ്ടത് യേശുവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തം പറയും, കർത്താവേ ഇവൻ ലേറ്റായി വന്നതിന് ഒരു 50 പ്രാവശ്യം ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചതാ. ഇനി അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞതാ. അതുകൊണ്ട് അത് കണക്കെടുക്കണ്ട, ഞാനാണ് സാക്ഷി. മനസ്സിലാകുന്നുണ്ടോ? 3 വിശ്വസ്ത സാക്ഷികളെ വിളിച്ച് മുൻപിലേക്ക് നിർത്തും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്, അല്ലെ രക്ഷപ്പെടത്തില്ല. മറുവശമുണ്ട്, ഞാൻ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു എന്ന് ഇന്ന് മുതൽ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. കുഞ്ഞെ, നിനക്ക് വേണ്ടാത്ത നടപ്പുണ്ടെന്ന് എനിക്ക് പറയാൻ ഒരു തെളിവുമില്ല. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തം എഴുന്നേറ്റ്, കർത്താവേ ഇന്ന കളങ്കം ഉണ്ടല്ലോ, ഞാൻ കഴുകിയിട്ടില്ല. അവൻ കള്ളം പറഞ്ഞതാ, അവൾ കള്ളം പറഞ്ഞതാ. ആ 3 വിശ്വസ്ത സാക്ഷികളുടെ ഫൈനൽ റിപ്പോർട്ടിലാണ് ദൈവം ഒരുവനെ അംഗീകരിക്കുന്നതോ തിരസ്കരിക്കുന്നതോ. ആ 3 വ്യക്തികളെ ഇരുത്തിക്കൊണ്ട് 3 സിംഹാസനങ്ങളും സാക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത് വിടുന്നു. വേറെ കുറച്ച് പേരെ അങ്ങോട്ട് വിളിച്ചു നിർത്താനായിട്ടുണ്ട്. ഇന്നിത് നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എളുപ്പം അങ്ങ് പൊയ്ക്കൊള്ളുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ഞാൻ വിളിച്ചു നിർത്താൻ പോകുന്ന വേറെ കുറേ പേരെ കുഴിഞ്ഞിട്ട് എടുക്കുക. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ മൂർത്തിഭാവങ്ങളായി അതിൻ്റെ ആരംഭ തലമുറകളിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തികളാണ് ഇവരെ. 3 പേരാണ് ഇവരെ 5 പേരാണ് ദൈവമില്ല എന്ന് വ്യക്തമാക്കേണ്ടതിന് വേണ്ടി കഴിഞ്ഞ തലമുറയിൽ പിശാച് അങ്ങേയറ്റം ഉപയോഗിച്ച ബുദ്ധിജീവികളെന്ന് സ്വയം വിളിക്കുന്ന, അത്രയും ബുദ്ധി ഇല്ലാത്തവരെന്ന് മാത്രം പറഞ്ഞാൽ നിർത്തട്ടെ, ആ ജീവികൾ ഇങ്ങോട്ട് വിളിച്ചു നിർത്തി. ഇവരെയും കാങ്കയ ന്യായവിധി കേട്ടോ. ഇവരുടെ മുമ്പിൽ വെച്ച ന്യായവിധി. അവരെ അനുസരിച്ച ഒരുപാട് വിഭാഗങ്ങൾ ഇന്നും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നതിനകത്തൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാനുണ്ടെങ്കിലും നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സൃഷ്ടാവിനെയാണ് സേവിക്കുന്നത് എന്ന് പറയുന്നവരെ മാറ്റി നിർത്തി. ഇവരൊക്കെയാണ് സഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ഇവരെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിയേച്ച് കർത്താവ് പറയും, ദ പെർസിക്യൂട്ടേഴ്സ് ആൻഡ് ദ ബൈബിൾ ബേണേഴ്സ്, ഇവന്മാരെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിയേച്ച് പറയും, ഞാൻ അൽഫയാണ്, ഞാൻ ഒമേഗയാണ്, എൻ്റെ വചനം ആദിയും അന്തവും കവർ ചെയ്യുന്നതാണ്. ആകാശം നീ പോയല്ലോ, ഭൂമിയെ നീ പോയല്ലോ, ഇവിടെ ഇല്ലയോ നിങ്ങളെല്ലാം വലിയ കാര്യം കാണിച്ചത്, എൻ്റെ വചനം നിലനിൽക്കും എന്ന് ദൈവം അവരോട് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സഭയെ പീഡിപ്പിച്ചവർ. എടുത്തു കാണിക്കാൻ വേണ്ടി ഈ 2 പേരെയാണ് കൊള്ളാവുന്നത്. ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിച്ചില്ലാതെയാക്കുവാൻ ആയിരങ്ങളെ കൊന്നവനാണ് ഒന്നാമത് നിൽക്കുന്ന പുള്ളി. രണ്ടാമത് നിൽക്കുന്നവൻ യഹൂദനെ കൂട്ടത്തോടെ എടുത്തു കളയേണ്ടതിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ്. എല്ലാത്തിനെയും കൊണ്ട നിർത്തും. തൻ്റെ ഇടത്തുവശത്ത് കാണുന്നത് ക്രിസ്തീയ പിതാക്കന്മാരെ കൊന്നുകളയേണ്ടതിന് സിംഹങ്ങളെ അഴിച്ചുവിട്ട് അവരെ പിടിപ്പിച്ച് അവരെ കൊന്ന് ആ കാഴ്ച കാണുന്നവനായിരുന്നു. ഞാൻ ഈ സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ഒരു പിക്ചറും എടുത്തിട്ടുണ്ട്. സിംഹമില്ല, എനിക്ക് സിംഹത്തെ പേടിയാണ്. സിംഹമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ പോയി നിൽക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. എനിക്കൊന്ന് ജോൺ ബ്രദർ ഉണ്ടായിരുന്നു, ഉമ്മല്ലേ ഉണ്ടായിരുന്നോ?
ഇല്ല. UK നിന്ന് ജോൺ ബ്രദർ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒടുവിൽ പരിചയപ്പെടുത്താം. പല സ്ഥലങ്ങളിലും അദ്ദേഹം കൊണ്ട് കാണിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ UK പോയിച്ചു വരുന്ന സമയത്ത്, ആദ്യമല്ല പണ്ടൊരു കാലത്ത് പോയിച്ചു വരുമ്പോൾ പ്രോപ്പർലി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തതാണ് ജോൺ ബ്രദർ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരൊറ്റ സർക്കിൾ എടുത്തു വരുവാൻ പ്രോഗ്രാം അക്കോർഡിംഗ്ലി ക്രമീകരിച്ച ജോൺ ബ്രദർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യങ്ങൾ ചെയ്തു. രണ്ടായാലും ഈ വലിയ കൊലക്കളങ്ങളിൽ വെച്ച് സിംഹങ്ങളെ കൊണ്ട് ദഹിപ്പിച്ച രംഗങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു നിർത്തും. കണ്ടോളാൻ പറയും. അന്ന് വരെ പീഡിപ്പിച്ച ക്രിസ്ത്യാനികൾ തേണ്ടുന്ന കിരീടങ്ങളാണ് നിൽക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെട്ട നീ കിരീടമണിയുമ്പോൾ പീഡിപ്പിച്ചവൻ നിത്യനരകത്തിലേക്ക് പോകാൻ പോകുകയാണ്. വലത്തുവശത്തെ കാണുന്ന കാഴ്ച ഇസ്രയേലിനെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ ഹിറ്റ്ലർ കൊണ്ടുവന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. ഇന്ത്യക്കാരും ക്രിസ്ത്യാനികൾ ഏറെ താമസിയാതെ നമ്മളും ഈ ചാപ്റ്ററുകളിലൂടെ പോകേണ്ടി വന്നേക്കാം. കർത്താവിന് വേണ്ടി തയ്യാറാകുവാൻ നമ്മെ തന്നെ തയ്യാറാക്കാം. യേശുവിനെ കുരിശിക്കുവാൻ എഴുന്നേറ്റ് നിന്ന ആ ന്യായശാസ്ത്രികളും മഹാപുരോഹിതന്മാരും എല്ലാവരെയും കൊണ്ടുവരും. ഞാൻ ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തിടുന്ന കുറേ പേരുടെ പേരുകളെങ്കിലും ഇടണമെന്ന് ഓർത്തു ഞാനത് ഉണ്ടാക്കിയതാ. പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് വേണ്ട, അതുകൊണ്ട് ദൈവം ന്യായം വിധിച്ചോട്ടെ, അതുകൊണ്ട് ഞാനതങ്ങ് എടുത്ത് കളഞ്ഞതാ, ഇന്ന് കാണിക്കുന്നില്ലെന്നുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാത്തിനെയും കൊണ്ടെന്ന് വെച്ചു വരെ നിവർത്തിയായി ഐ എം ആൽഫ ആൻഡ് ഒമേഗ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആദ്യവും അന്തവുമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുത്ത നിത്യതയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ എന്ന് തൊട്ട് നിർത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്ത ശേഷം അടുത്ത നിത്യത വിരിയും. ഇന്ന് രണ്ടായി തിരിഞ്ഞ ജനം എന്നേക്കുമായി രണ്ടാകും. ഇനി ഒരു കാലത്തും തമ്മിൽ കാണാതെ വണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി പിരിക്കുകയും ദൈവം താൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കുകയും ചെയ്ത് ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കും. ഒരു വലിയ വില മുടക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് മറക്കരുത്. ഇന്ന് പകല വില മുടക്കി ക്രിസ്തുവിനോട് നിത്യതയിൽ നിൽക്കുവാൻ തയ്യാറുള്ളവർക്കായി സ്തോത്രം. ഈ വർഷം തീരുന്നതിന് മുന്നമേ ദൈവം എന്നെ ഏൽപ്പിച്ച പ്രധാന 2 സന്ദേശങ്ങളും കൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കണ്ണുകളെല്ലാം അടച്ചിരിക്കുന്ന സമയത്ത് കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നുവെന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് കുത്തഴിഞ്ഞാടുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, എതിർ ക്രിസ്തുവിനോട് അകലുവാൻ കൃപ തരണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പറയാം. അതിൽ കവിഞ്ഞൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.